അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലൂക്കയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ലൂക്ക ടോക്സിന്റെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഡിൻഡോമോൻ ജോയ്. ഡിൻഡോമോൻ ജോയ് ഇപ്പോൾ സെന്റ് തോമസ് കോളേജ് പാല ഓട്ടോണമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. തമിഴ്നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ലോയോള കോളേജിൽ നിന്ന് ഫിസിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്തതിനു ശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ KCST എമറിറ്റസ് സയന്റിസ്റ്റ് സ്കീമിൽ പ്രൊജക്ട് ഫെല്ലോ ആയിട്ട് ജോയിൻ ചെയ്യുകയും പിന്നീട് അവിടെ തന്നെ PhD കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഐസർ തിരുപ്പതിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ടും നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആയിട്ടും വർക്ക് ചെയ്തു. തുടർന്നാണ് സെന്റ് തോമസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തത്. ഇന്ന് നമ്മളോട് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ്. 1925 മുതൽ ഇന്ന് 2025 വരെയും എത്തി നിൽക്കുന്ന 100 years ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ഈ വർഷം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് ടോക്കിലേക്ക് കടക്കാം. ഡിൻഡോമോൻ ജോയ്. താങ്ക് യു മനോജ്, നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് താങ്ക് യു. ആദ്യമായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ PhD സൂപ്പർവൈസർ ലേറ്റ് പ്രൊഫസർ സാബിർ സാറാണ്. സാറാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം സാർ നമ്മളെ വിട്ട് വിടവാങ്ങിയതിനു ശേഷം ടൈറ്റസ് സാറും ഷാജി സാറുമാണ് TC സബ്മിഷന്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഇവർക്കൊക്കെ എൻ്റെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇവരില്ലായിരുന്നെങ്കിൽ എനിക്കിത് ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ അവരെയൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അടുത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ ടോക്കൺ ഇൻവൈറ്റ് ചെയ്ത KSSPക്കും ലൂക്ക ഓർഗനൈസേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ ഓൺലൈനായിട്ട് ഇത്ര ഇൻട്രസ്റ്റോടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഓഡിയൻസിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമുക്കത് ടോക്കിലേക്ക് പോവാം. ടോക്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതായത് ടോക്ക് കേൾക്കുന്നവർ പല റേഞ്ചിലുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം ഞാൻ ബേസിക്കലി നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് അധികം അറിയത്തില്ല, അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എന്നുള്ള ഒരു അസംഷൻ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ പല പാർട്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബേസിക്കലി ആദ്യത്തെ പാർട്ടിൽ ഞാൻ വേവ് ഫംഗ്ഷനെ പറ്റി പറയണം, അല്ലാതെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഇത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഓക്കെ, വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതും അത് കുറച്ച് എക്സ്പെരിമെന്റ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് തുടക്കത്തിൽ. പിന്നെ ഈ ക്വാണ്ടം വേവ് ഫംഗ്ഷൻ, അതുപോലെ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഈ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ക്വാണ്ടം എൻടാങ്കിൾമെന്റ്, അതായത് സൂപ്പർ പൊസിഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു കുറച്ച് മാത്തമാറ്റിക്കൽ പാർട്സ് ഈ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരും. ഓക്കെ, ആ ഫണ്ടമെന്റൽസ് കുറച്ച് മാത്തമാറ്റിക്കൽ പാർട്ടും കൂടെ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇപ്പൊ അത് കഴിഞ്ഞ് ഈ നമ്മൾ സാധാരണ സയൻസ് ഫിക്ഷൻ എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ, ഇങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബേസിക്കലി നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ ഒരു മാട്രിസസ് ഒക്കെ അറിയാമെങ്കിൽ ഈ ടോക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്ര ടഫായിട്ടുള്ള മാത്തമാറ്റിക്സ് അല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആദ്യം വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതിലാണ്. ഓക്കെ, നമുക്ക് ഈ വേവ് ഫംഗ്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു ലൈറ്റ് എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമ്മൾ പണ്ട് മുതലേ ഫിസിസിസ്റ്റ് എല്ലാ സയന്റിസ്റ്റുകൾക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് ലൈറ്റ് എന്നുള്ള ഒരു അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളെ ഈ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അതൊരു സ്റ്റോറി ആയിട്ടാണ് ഇത് പോകുന്നത്. ആദ്യം ന്യൂട്ടൺ പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞ് ഹൈഗൻസും തോമസ് യങ്ങും ഒക്കെ വന്നിട്ട് പറഞ്ഞു ഇത് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവ് ആണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് എക്സ്പെരിമെന്റ് ആണ് 1801 തോമസ് യങ് പ്രപ്പോസ് ചെയ്ത് കാണിച്ച ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. മോസ്റ്റ്ലി ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതിൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. അന്ന് തോമസ് യങ് യൂസ് ചെയ്തത് സൺലൈറ്റ് ആണ്. നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലൈറ്റ് സോഴ്സ് 2 സ്ലിറ്റിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതൊരു സ്ക്രീൻ ഉണ്ട് ഇവിടെ. ആ സ്ക്രീനിൽ 2 സ്ലിറ്റ് ഉണ്ട്. സ്ക്രീൻ ആകാം അല്ലെങ്കിൽ ഒരു പേപ്പർ ആകാം. പേപ്പറിൽ 2 സ്ലിറ്റുകളാണ്. സ്ലിറ്റ് എന്ന് വെച്ചാൽ ഒരു ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ഈ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ലൈറ്റ് ഇന്റർഫിയർ ചെയ്ത്
ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് മാക്സ്വെൽ പ്രപ്പോസ് ചെയ്തത്. ഈ ലൈറ്റ് ഇന്റർഫിയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തത് ശരിക്കും ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആണെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇന്റർഫറൻസിനെ നമ്മൾ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എക്സ്പെരിമെന്റിലെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ക്ലാസിക്കൽ ലൈറ്റ് വേവ്സ്, അതായത് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് യൂസ്ഡ് ഇൻ ദ എക്സ്പെരിമെന്റ് കൂടുതലാണ്. സെവറൽ ഫോട്ടോൺസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇപ്പം നാച്ചുറലി നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇവിടെ ഒരുപാട് കൂടുതലാണല്ലോ ഈ എക്സ്പെരിമെന്റിൽ. സപ്പോസ് നമ്മൾ ഈ ഫോട്ടോൺസിന്റെ എണ്ണം നമ്മൾ റെഡ്യൂസ് ചെയ്ത് അവസാനം സിംഗിൾ ഫോട്ടോൺ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചാൽ, ഓക്കെ, വെറും സിംഗിൾ ഫോട്ടോൺസ് വെച്ചിട്ട് നമ്മൾ ഈ സെയിം എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്താൽ ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുമോ? അത് നമുക്ക് നാച്ചുറലായി തോന്നുന്നൊരു ഇതാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ലെവലിലേക്കൊക്കെ വരുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പ്ലാങ്കിന്റെ ക്വാണ്ടം കോൺസെപ്റ്റ് വരുന്നതും പിന്നെ ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ലൈറ്റിന്റെ ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതും ഇതൊക്കെ ഒരുപാട് കാലങ്ങളിലുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ബട്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ക്വാണ്ടം എക്സ്പെരിമെന്റ്സിന്, അതായത് ക്വാണ്ടം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സിന് ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഓക്കെ, നമുക്കിത് നോക്കാം. ഞാൻ ട്രൈ ചെയ്യുന്നത് ഇവിടെ ഒരു ആക്ച്വൽ എക്സ്പെരിമെന്റൽ ഫൂട്ടേജ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. അപ്പം അങ്ങനെ കിട്ടിയത് ഈ ഒരു സോഴ്സിൽ എനിക്ക് എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. അതായത് ഈ വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ട്രൂ സിംഗിൾ ഫോട്ടോൺ ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ്. ഓക്കെ, ഈ ഒരു പേപ്പറിൽ ആ ഒരു പേജിൽ തന്നെ ഉണ്ട് ഈ ഇതിന്റെ ആക്ച്വൽ ഫൂട്ടേജ്. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 2 സ്ലിറ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ 1 ഫോട്ടോൺ അറ്റ് എ ടൈം ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, 1 ഫോട്ടോൺ അറ്റ് എ ടൈം പോകുമ്പോൾ ഈ ഫോട്ടോൺ ഏതർ ഫസ്റ്റ് സ്ലിറ്റിൽ കൂടെ പോവാം അല്ലെങ്കിൽ സെക്കൻഡ് സ്ലിറ്റിൽ കൂടെ പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫൈനൽ സ്ക്രീനിൽ നമുക്ക് കാണുന്നത് 2 ബ്രൈറ്റ് സ്പോട്ടുകളെ കാണാൻ ചാൻസ് ഉള്ളൂ സാധാരണ. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, സിംഗിൾ ഫോട്ടോൺസ് ആണല്ലോ പോകുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോ ഫോട്ടോൺസ് ആയിട്ട് വന്ന് ഹിറ്റ് ചെയ്യുവാണ് സ്ക്രീനിൽ. ഇതാണ് ഫുട്ടേജ്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമൊക്കെ റാൻഡം പാറ്റേൺസ് ആണ് നമ്മൾ കാണുന്നത്. കുറച്ച് കഴിയുമ്പം ഈ പാറ്റേൺസ് പയ്യെ ബിൽഡായി ഈ ഇന്റർഫറൻസ് പാറ്റേണിലേക്ക് വരുന്നത്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഹിറ്റിംഗ് ദ സ്ക്രീൻ ഇൻക്രീസ് ആവും തോറും നമുക്ക് പയ്യെ ഈ ഇവിടെ സ്പോട്ടുകൾ, ബ്രൈറ്റർ സ്പോട്ട്സ് വരുന്നത് കാണും. ഓക്കെ, ഇവിടെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ വരുന്നത് കാണാം. ഓക്കെ, അപ്പം ഈ സെവറൽ ഫോട്ടോൺസ് ഒന്നിച്ച് വരുമ്പം കണ്ടത് തോമസ് യങ്ങിന്റെ ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ഇവിടെ സിംഗിൾ ഫോട്ടോൺ വരുമ്പോഴും നമ്മൾ സെയിം ഇന്റർഫറൻസ് പാറ്റേൺ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ സിംഗിൾ ഫോട്ടോൺ ക്യാൻ ഇന്റർഫിയർ വിത്ത് ഇറ്റ് സെൽഫ്. ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പം ഇത് ക്വാണ്ടം പാർട്ടിക്കിൾസിന്റെ, ക്വാണ്ടം വെച്ചാൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ ഒരു ഫണ്ടമെന്റൽ നേച്ചർ ആണ്. ഓക്കെ, ഇത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം സെയിം എക്സ്പെരിമെന്റ്, ഇപ്പം നമ്മൾ വേവ് ഫോട്ടോൺ എന്ന് പറയുന്നത് ഒരു വെയിറ്റ്ലെസ് ആയ പാർട്ടിക്കിൾ ആണ്. ഓക്കെ, വെയിറ്റ്ലെസ് പാർട്ടിക്കിൾ വെച്ച് ചെയ്യുമ്പം ഇത് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ നാച്ചുറൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ പോലത്തെ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും ഈ സെയിം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫുട്ടേജ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കാണാം. ഇത് 2013 വന്നൊരു പേപ്പറാണ്, ഇലക്ട്രോൺ യൂസ് ചെയ്ത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി ഡേറ്റയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ഒരു ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഇങ്ങനെ ആ സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുവാണ്. ഇതൊക്കെ റാൻഡം ആയിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഫാസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാന്. ഓക്കെ, ഇത് റാൻഡം ആയിട്ട് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുവാണ്. ഡബിൾ സ്ലിറ്റിൽ കൂടെ ഈ സിംഗിൾ ഇലക്ട്രോൺസ് പാസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അപ്പുറത്തുള്ള സ്ക്രീനിലാണ് ഇതൊന്ന് കൊള്ളുന്നത്. ഓക്കെ, ഇവിടെയും ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുമ്പോഴും ഈ പറയുന്ന 1 ഇലക്ട്രോൺ അറ്റ് എ ടൈം പാസ് ചെയ്ത് പോയാലും നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതൊരു സർപ്രൈസിങ് ആണ്. ഓക്കെ, നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ പാർട്ടിക്കിൾ എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മളിങ്ങനെ ഒരു 1 ഇലക്ട്രോൺ അറ്റ് എ ടൈം ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റുകളിൽ പാസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നാച്ചുറലി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്കും പോകും.
അതായത് ഇലക്ട്രോൺസിന് പകരം നമ്മൾ കുറച്ചും കൂടെ മാസീവ് ആയിട്ടുള്ള ആറ്റംസിനെ സെൻഡ് ചെയ്ത് നോക്കും, അതുപോലെ മോളിക്യൂൾസിനെ സെൻഡ് ചെയ്ത് നോക്കും. ആൻഡ് സ്റ്റിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ട്. നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്താലും ഈ ഒബ്ജക്റ്റിന് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന തോറും ഇതിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ കുറച്ച് കഴിയുമ്പോൾ ലോസ് ആവുന്നുണ്ട്. അതായത് ഒരു അതിനൊരു സ്പെസിഫിക് പോയിന്റ് ഒന്നുമില്ല, ഒരു ബ്ലറി ആണ് ആ റീജിയൻ. അത് പാർട്ടിക്കിൾ കുറച്ച് ക്ലാസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറുവാണ്. നമ്മൾ വെയിറ്റ് കൂടുന്തോറും അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എണ്ണം കൂടുന്തോറും ഇതൊരു ക്ലാസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറി പിന്നെ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാറില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. അതായത് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്, ഈ ക്വാണ്ടം പാർട്ടിക്കിൾസിന് ഈ ഒരു സ്പെഷ്യൽ നേച്ചർ ഉണ്ട്. ഓക്കെ, സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അതിന് പോസിബിൾ ആണ്. ഓക്കെ, ഈ നമ്മളിപ്പോ ഇമാജിൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. പകരം ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ക്ലൗഡ് പോലെ. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ എളുപ്പത്തിന് ക്ലൗഡ് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഒരു പ്രോബബിലിറ്റി ക്ലൗഡ് പോലെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യാൻ നോക്കിയാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഏത് സ്ലിറ്റിൽ കൂടിയാണ് ഇലക്ട്രോൺ പാസ് ചെയ്തതെന്ന് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടത്തുമില്ല. ഓക്കെ, അതും ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഈ ഇലക്ട്രോൺസിന് ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുകയില്ല. അതുപോലെ സിമിലർലി ഫോട്ടോൺസ് ആണെങ്കിലും ശരി, നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്റർഫറൻസ് പാറ്റേൺ വരികയില്ല. ഓക്കെ, ഇപ്പൊ സിംഗിൾ ഫോട്ടോൺ അറ്റ് എ ടൈം ആണെങ്കിലും ശരി, സിംഗിൾ ഇലക്ട്രോൺ അറ്റ് എ ടൈം ആണെങ്കിലും ശരി, നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും ഇഫ് വി ഡോണ്ട് ഒബ്സർവ് ഇറ്റ്. ഓക്കെ, അപ്പൊ അത് ഒരു മെയിൻ റിസൾട്ടാണ്. ഇത് മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനും പറ്റില്ല. സൈസ് ഓഫ് ദി ഒബ്ജക്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോ മോളിക്യൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പാറ്റേൺ കിട്ടാറുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓരോ ക്വാണ്ടം ഒബ്ജക്റ്റിനും അസോസിയേറ്റഡ് ആയിട്ട് ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്ന ടോട്ടൽ വേവ് ഫംഗ്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് the wave function of the particle if it passes through slit 1 plus wave function of the particle if it passes through slit 2. ഇതിന്റെ കോമ്പിനേഷൻ, ഇതിന്റെ സം ആണ് ഈ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് the probability of finding electron in a particular place x in the screen എന്ന് പറയുന്നത് ഇതിന്റെ മോഡ് സ്ക്വയർ ആണ്. ഇതിന്റെ മോഡുലസ് ഓഫ് സൈ ടോട്ടൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, അതാണ് ഒരു ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെയാണ് ഈ സൈക്ക് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ മീനിങ് ഇല്ല. ബട്ട് സൈനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ സൈ സ്റ്റാർ സൈ ചെയ്യുമ്പോൾ അതാണ് മോഡുലോ സൈ സ്ക്വയർ എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ ഇന്റർഫറൻസ് പാറ്റേൺ വരാൻ കാരണം ഈ സൈ 1 പ്ലസ് സൈ 2 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സൈ 1 സ്റ്റാർ സൈ 2 സ്റ്റാർ ഇതിന്റെ കോമ്പിനേഷൻസും കിട്ടും. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പാത്ത് ലെങ്ത്തിന്റെ ഡിഫറൻസും ഒക്കെ വരുമ്പോൾ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഇതിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഇതാണ് നമ്മൾ പാർട്ടിക്കിളായിട്ട് ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോൺസിനൊക്കെ ഒരു സിംഗിൾ ലൊക്കേഷനിൽ ലോക്കലൈസ്ഡ് ആണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് സ്പ്രെഡ് ഔട്ട് ഇൻ സ്പേസ്. ഇറ്റ് അപ്പിയേഴ്സ് ഓൺലി വെൻ വി മെഷർ ഇറ്റ്. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രം, മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് അപ്പിയർ ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഇറ്റ് ഈസ് സ്പ്രെഡ് ഇൻ എ റീജിയൻ ആൻഡ് ഇറ്റ് മൂവ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് ക്വാണ്ടം പാർട്ടിക്കിളിന്റെ നേച്ചറാണ്. ഓക്കെ, അപ്പം സമറി ഇത്രയേ ഉള്ളൂ. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന അതിനെ പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ് വേവ് എന്നാണ് എക്സാക്ട്ലി പറയേണ്ടത്. ഓക്കെ, സാധാരണ പ്രോബബിലിറ്റി വേവ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ ഇതിന് സൂപ്പർ പൊസിഷൻ പോസിബിൾ ആണ്. ഇവിടെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് സിംഗിൾ പാർട്ടിക്കിൾ ആണെങ്കിലും ഇറ്റ് ക്യാൻ പാസ് ത്രൂ ബോത്ത് സ്ലിറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. രണ്ട് പൊസിഷനിലും ഇത് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇതിന് നമ്മൾ ക്ലാസിക്കൽ കേസിൽ പറയുന്ന പോലെ ട്രജക്ടറി ഒന്നുമില്ല. ക്ലാസിക്കൽ ട്രജക്ടറി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പാത്ത് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ ഈ സ്ക്രീനിൽ ഈ ഹിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ അപ്പിയർ ആവുന്നത് ഇലക്ട്രോൺ ആണെങ്കിലും ഫോട്ടോൺ ആണെങ്കിലും. സോ മെഷർമെന്റ് കൊളാപ്സസ് ദ വേവ് ഫംഗ്ഷൻ നമ്മൾ പറയും. ഓക്കെ, നമ്മൾ മെഷർമെന്റ് ചെയ്യുമ്പോഴാണ് അവിടെ അപ്പിയർ ആവുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ വേവ് ഫംഗ്ഷനെ പറ്റി ഒരു ഐഡിയ കിട്ടണം. അതായത് എല്ലാ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും അസോസിയേറ്റഡ് ആയിട്ട് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ പേരാണ് വേവ് ഫംഗ്ഷൻ.
ഈ വേവ് ഫംഗ്ഷൻ കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ദി പാർട്ടിക്കിൾ. ഓക്കെ, ഇപ്പം ഇതൊരു പ്രോബബിലിറ്റി വേവ് ആണെന്നുള്ളത് ഇമാജിൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്കിൾസ് ആണെങ്കിലും വേവ്സ് ആണ്, ഫോട്ടോൺസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനൊരു സ്പെഷ്യൽ കേസാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അതായത് ഈ സൂപ്പർ പൊസിഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ്. അപ്പം ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്നത് ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ട് ഇത് എങ്ങനെ എവിടെ നിന്നാണ് ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നെന്നുള്ളത് നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും കൂടെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ബേസിക്കലി നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിലെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അതിൽ രണ്ടെണ്ണമാണ് ഈ ലോക്കാലിറ്റി പ്രിൻസിപ്പിളും റിയാലിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിളും. ഓക്കെ, എന്താണ് ലോക്കാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ആൻ ഓബ്ജെക്ട് ക്യാൻ ഓൺലി ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതായത് മീനിങ് ഇത്രേ ഉള്ളൂ, അതിന് നത്തിങ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ബേസിക്കലി അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ ഒരു ഡ്രമ്മിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുവാണ്. ഡ്രമ്മിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന സൗണ്ട് എയറിലൂടെ പാസ് ചെയ്ത് കുറച്ച് ദൂരെയുള്ള ഒരു ഡ്രമ്മിൽ ഹിറ്റ് ചെയ്യും. ആ ഡ്രമ്മും ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ആക്ഷൻ അത് പയ്യെ മൂവ് ചെയ്താണ് വേറെ ഒരു ഓബ്ജക്റ്റിൽ പോയി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ടേക്ക് സം ടൈം ആൻഡ് ആ ടൈം ഇറ്റ് വിൽ നെവർ ബി ഫാസ്റ്റർ ദാൻ ലൈറ്റ്. ഓക്കെ, അതൊരു കോമൺ സെൻസ് ആണല്ലോ. നമുക്ക് ജനറൽ റിലേറ്റിവിറ്റിയും അല്ല സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ലൈറ്റിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഒരു കാര്യവും നടക്കുകയില്ല നമ്മുടെ യൂണിവേഴ്സിൽ. ഓക്കെ, ഇപ്പൊ സൺ ഡിസപ്പിയർ ആയാൽ പോലും അതിന്റെ എഫക്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മോർ ദാൻ 8 minutes എടുക്കും. 8 minutes 20 seconds എടുക്കും. അപ്പം ലൈറ്റിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും ഈ യൂണിവേഴ്സിൽ മൂവ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ആണ് ക്ലാസിക്കൽ ഫിസിക്സിൽ. അതിനെയാണ് നമ്മൾ ലോക്കാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിയാലിസം എന്ന് പറയുന്നതാണ്. ഓക്കെ, അത് സിമ്പിൾ ആണ്. അതായത് തിങ്സ് ഹാവ് ഡെഫിനറ്റ് വാല്യൂസ് വെദർ വി മെഷർ ഇറ്റ് ഓർ നോട്ട്. അതായത് നമ്മളിപ്പം പുറത്ത് മൂണുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ മൂണിനെ നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും, നമ്മൾ ഒബ്സർവ് ചെയ്താലും ഇല്ലെങ്കിലും അത് അവിടെ ഉണ്ട്. അതുപോലെ എല്ലാ ഓബ്ജക്ട്സിനും അതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. വെലോസിറ്റി ആണെങ്കിലും അതിന്റെ മൊമെന്റം, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്താലും ഇല്ലെങ്കിലും അതിന് ആ വാല്യൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേ അതിന്റെ വാല്യൂ വരുന്നുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മളൊരു കോമൺ സെൻസ് അല്ല നമ്മുടെ. ഓക്കെ, ഇതൊക്കെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് എല്ലാം ഡിറ്റർമിനിസ്റ്റിക് ആണ്. നമുക്ക് ഇല്ല, ജസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടല്ല എല്ലാം അപ്പിയർ ആവുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്താലും ഇല്ലെങ്കിലും അതിന് ആ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മൾ ലോക്കാലിറ്റി റിയാലിസം പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് എ നോൺ ലോക്കൽ തിയറി. ഓക്കെ, അതിന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ എക്സാമ്പിളിൽ ഒരു ഡ്രമ്മിനെ ഞാനിപ്പോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ എത്ര ഫാറവേ ആണെങ്കിലും വേറെ ഒരു ഡ്രം ഉണ്ടെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിനെ നമ്മൾ ഹിറ്റ് ചെയ്യുന്നത് ആ എഫക്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ ഇൻസ്റ്റന്റിൽ തന്നെ ദൂരെയുള്ള ഡ്രമ്മിലും ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, ഇതുകൊണ്ട് തന്നെയാണ് ഐൻസ്റ്റീനെ ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തിയറിയായി ഈ ക്വാണ്ടം മെക്കാനിക്സ് നിന്നത്. ഓക്കെ, അപ്പം ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് 1935 ഐൻസ്റ്റീൻ ഒരു പേപ്പർ ഇറക്കി, ക്യാൻ ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫിസിക്കൽ റിയാലിറ്റി ബി കൺസിഡേർഡ് കംപ്ലീറ്റ്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവിടെ ഈ ഓതേഴ്സിന്റെ പേരാണ് ഐൻസ്റ്റീൻ, പൊഡോൾസ്കി ആൻഡ് റോസൻ. ഓക്കെ, അപ്പൊ ഇവർ 3 പേരും കൂടി ചേർന്ന് ഈ പേപ്പറിൽ ക്വാണ്ടം മെക്കാനിക്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറഞ്ഞത്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിച്ച് ഇത് പറയുന്നത്. ഓക്കെ, ഐൻസ്റ്റീൻ അത് യൂസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ഇപിആർ പാരഡോക്സ് എന്ന് പറയുന്നതാണ്. ഇത് കുറച്ച് സിംപ്ലിഫൈഡ് വെർഷൻ ആണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ
ആ പേപ്പറിലുള്ള എക്സാക്ട് കാര്യമല്ല, ഒരു കുറച്ച് സിംപ്ലിഫൈഡ് വേർഷൻ ആണ്. ഓക്കെ, ബേസിക്കലി അതിന്റെ എസൻസ് ഇതാണ്. ഇപ്പം ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഒരു സ്പിൻ 0 എന്ന് പറയുന്നത് സ്പിൻ 0 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അതിന്റെ സ്പിൻ വാല്യൂ 0 ആണ്. ഫോർ എക്സാമ്പിൾ ഹിഗ്സ് ബോസോണിന് സ്പിൻ 0 പാർട്ടിക്കിൾ ആണ്. ഓക്കെ, അത് ഡീകേ ആവുകയാണ്. ആ ഹിഗ്സ് ബോസോൺ ഡീകേ ആയി 2 പാർട്ടിക്കിൾസ് ആയിട്ട് ഡീകേ ആവുന്നു. ഒന്ന് സ്പിൻ പ്ലസ്, ഓക്കെ, അതായത് ഇപ്പം W പ്ലസ് ബോസോൺ ആയിട്ടും ഇനി ഒന്ന് W മൈനസ് ബോസോൺ അങ്ങനെയായിട്ട് ഇത് ഡീകേ ആകാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഡീകേ ആയി 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പം നമ്മളൊരു ഒരാൾ മെഷർ ചെയ്യുവാണ്. ഓക്കെ, ഒരു വൺ ഓഫ് ദ പാർട്ടിക്കിളിനെ മെഷർ ചെയ്യുമ്പോൾ അത് സ്പിൻ പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം മറ്റേ പാർട്ടിക്കിൾ സ്പിൻ മൈനസ് ആയിരിക്കും എന്നുള്ളത്, അല്ലെ? എന്നുവെച്ചാൽ ഇത് ടോട്ടൽ സ്പിൻ 0 ആയിരിക്കണം. ഒരെണ്ണം സ്പിൻ അപ്പ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സ്പിൻ മൈനസ് തന്നെയാണ്. അതിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. അപ്പം ഇത് ഐൻസ്റ്റീൻ പറയുന്നത് ഇത് നാച്ചുറലി ആ ഡീകേ ആവുന്ന സമയത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയ പാർട്ടിക്കിളിന് സ്പിൻ പ്ലസ് എന്നുള്ളത് ആ ഡീകേ ആവുന്ന ആ മൊമെന്റിൽ തന്നെ അത് ഡിറ്റർമൈൻഡ് ആയി. ഓക്കെ, എന്നിട്ട് അത് ഒരു ഡയറക്ഷനിലേക്ക് പോയി. മറ്റേ ഓബ്ജക്ട് റൈറ്റ് സൈഡിലോട്ട് പോയത് ഇതേപോലെ തന്നെ സ്പിൻ മൈനസ് എന്നുള്ള ആ സ്റ്റേറ്റിലാണ് വേറെ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയത്. അപ്പൊ ഇതില് വേറെ ഒന്നുമില്ല, വേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് ഐൻസ്റ്റീൻ പറയുന്നത്. അറ്റ് ദ മൊമെന്റ് ഓഫ് ഡീകേ ആവുന്ന ആ മൊമെന്റിൽ തന്നെ ഇത് ഡിറ്റർമൈൻ ചെയ്യപ്പെട്ടു എന്നാണ് ഐൻസ്റ്റീൻ പറയുന്നത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മൾ വെൻ ഓൺലി ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഡിറ്റർമൈൻഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് മെഷേർഡ്. ഓക്കെ, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് പോയ പാർട്ടിക്കിളിനെ ഞാൻ മെഷർ ചെയ്യുന്ന ആ മൊമെന്റിലാണ് അത് +1 എന്നുള്ള സ്റ്റേറ്റ് അത് അപ്പിയർ ചെയ്യുന്നത്. ആ ഇൻസ്റ്റന്റിൽ തന്നെ ഇത് മെഷർ ചെയ്യപ്പെടുമ്പോൾ ആ ഇൻസ്റ്റന്റിൽ തന്നെയാണ് മറ്റേ സ്പിൻ മൈനസ് മറ്റേ പാർട്ടിക്കിൾ അതർ പാർട്ടിക്കിൾ സ്പിൻ മൈനസ് സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അതായത് ഇത് എത്ര യൂണിവേഴ്സിന്റെ 2 അറ്റത്തോട്ട് പോയാലും ഒരു പാർട്ടിക്കിളിനെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ മാത്രമേ അത് സ്പിൻ പ്ലസ് എന്നുള്ള സ്റ്റേറ്റ് അസ്യൂം ചെയ്യുന്നുള്ളൂ. ആ ഇൻസ്റ്റന്റിൽ തന്നെ വൺസ് ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയ പാർട്ടിക്കിൾ സ്പിൻ മൈനസ് എന്നുള്ള സ്റ്റേറ്റ് അത് അക്വയർ ചെയ്യുവാണ്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ഇത് അത്രേ ഉള്ളൂ. അത് സൂപ്പർ പൊസിഷനിലാണ്, +1ന്റെയും -1ന്റെയും സൂപ്പർ പൊസിഷനിലാണ്. ഓൺലി വെൻ വൺ ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് മെഷർ ബോത്ത് ഓഫ് ദം അക്വയർ സ്പെസിഫിക് സ്റ്റേറ്റ്. ബിഫോർ ദാറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് അതിന് സ്പെസിഫിക് സ്റ്റേറ്റ്സ് ഇല്ല. ഓക്കെ, ആ സ്റ്റേറ്റ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയല്ല. സൂപ്പർപോസ്ഡ് സ്റ്റേറ്റ്. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ലൈറ്റിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഒരു സിഗ്നൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റേ ഒബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ ഫേമസ് ആയിട്ട് പറഞ്ഞ ആ ഒരു സെന്റൻസ്. ഓക്കെ, ഐൻസ്റ്റീൻ പറയുന്ന ഇത്രേ ഉള്ളൂ. നേച്ചർ എന്ന് പറയുന്നത് വളരെ ഡിറ്റർമിനിസ്റ്റിക് ആണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലോക്കലായിട്ടും റിയലിസ്റ്റിക് ആയിട്ടും മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഒരിക്കലും നടക്കുകയില്ല എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ ആർഗ്യുമെന്റ്. ഐൻസ്റ്റീൻ പറയുന്നത് മേ ബി ദ പ്രോബ്ലം, ഇതിനകത്ത് പേപ്പറിൽ പറയുന്ന ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് മിസ് ചെയ്യുന്ന എന്തോ ഒരു വേരിയബിൾസ് ഉണ്ട്, ഹിഡൻ വേരിയബിൾസ് ഉണ്ട്. ഈ പല പ്രോസസ്സിലും ഹിഡൻ വേരിയബിൾസ് ഉണ്ട്. നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് ഇങ്ങനെ പ്രോബബിലിസ്റ്റിക് ആയിട്ട് ആൻസേഴ്സ് തരുന്നത്. ഇഫ് നമുക്ക് ആ പ്രോസസ്സിലുള്ള ഹിഡൻ വേരിയബിൾസ് നമുക്ക് അറിയാമെങ്കിൽ ഈ ഒരു പ്രോബബിലിസ്റ്റിക് നേച്ചർ വരത്തില്ല എന്നുള്ളതാണ് ഐൻസ്റ്റീൻ പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഇവിടെ പ്രോബബിലിസ്റ്റിക് ആകാൻ കാരണം എന്തോ ഒരു വേരിയബിൾ നമുക്ക് അറിയത്തില്ല. ആ പ്രോസസ് എക്സ്പെരിമെന്റിലെ ഒരു വേരിയബിൾ നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പ്രോബബിലിസ്റ്റിക് ആയിട്ട് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിറ്റർമിനിസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ് ഐൻസ്റ്റീൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗോഡ് ഡസൻ പ്ലേ ഡൈസ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഗോഡ് ഡൈസ് പ്ലേ ചെയ്തിട്ടല്ല ഈ സ്റ്റേറ്റുകൾ ഡിറ്റർമൈൻ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഐൻസ്റ്റീൻ്റെ ഫേമസ് ഡയലോഗ്. ഓക്കെ, പക്ഷേ കാര്യം ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ക്വാണ്ടം മെക്കാനിക്സിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഈ ഐൻസ്റ്റീൻ ഈ പറഞ്ഞ കാര്യം അങ്ങനെ ഒരു കൺവിൻസിംഗ് ആയിട്ട് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഈ എൻടാംഗിൾമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ആരും പ്രൂവ് ചെയ്യാത്തൊരു സമയമാണ്. ഓക്കെ, ബട്ട് ഇത് പോസിബിൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. ക്വാണ്ടം മെക്കാനിക്സ് പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കുറെ കാലം ഇങ്ങനെ പോവാണ്. നമ്മുടെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി ഈ ഫീൽഡിൽ. ക്വാണ്ടം മെക്കാനിക്സ് ഒരുപാട് പ്രോഗ്രസ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് ക്വാണ്ടം റെവല്യൂഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഈ പറഞ്ഞ ട്രാൻസിസ്റ്റേഴ്സും GPS ടെക്നോളജിയും MRI മെഷീൻ ലേസേഴ്സ് ഇതൊക്കെ പോസിബിൾ ആയി. ബിക്കോസ് GPS-ലൊക്കെ അറ്റോമിക് ക്ലോക്സ് ഉണ്ട്. ഇതൊക്കെ പോസിബിൾ ആയത് ഈ ക്വാണ്ടം ടെക്നോളജീസിൽ വരുന്ന ഡെവലപ്മെന്റ്സ് ആണ്. പക്ഷെ സ്റ്റിൽ അതിന്റെ ആ ഇന്റർപ്രിട്ടേഷൻസ് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത്ര ക്ലിയറും അല്ല. ഓക്കെ, നമുക്ക് അത്ര എക്സ്പ്ലനേഷൻ ആണ് ക്ലിയർ ആയിട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഓക്കെ,
അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പോകുമ്പം ഇതൊരു ഐൻസ്റ്റീൻ പ്രപ്പോസ് ചെയ്ത് 1935 അത് കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് 30 years ആയി. അപ്പോഴും ആർക്കും ഒരു ക്വാണ്ടം മെക്കാനിക്സ് ലോക്കൽ തിയറി ആണോ നോൺ ലോക്കൽ തിയറി ആണോ എന്നൊന്നും ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം ഈ ജോണസ് ബെൽ എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കിൾ ഫിസിസിസ്റ്റ്, സേൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു പാർട്ടിക്കിൾ ഫിസിസിസ്റ്റ് ഇതിനൊരു തീരുമാനമാക്കാം. ഓക്കെ, ഐൻസ്റ്റീൻ്റെ അതേ കാര്യങ്ങൾ തന്നെ അസ്യൂം ചെയ്യുവാണ്. ബെൽ തീരുമാനിക്കുന്നത് ലോക്കൽ പ്രിൻസിപ്പിളും റിയാലിസവും തന്നെ ഉള്ളൂ, ഈ യൂണിവേഴ്സിൽ അതേ ഉള്ളൂ. അത് വെച്ചിട്ട് തന്നെ ഒരു ഈക്വേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഈക്വേഷൻ അല്ല, ശരിക്കും ഇതൊരു ഇൻഈക്വാലിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈക്വേഷൻ ആണെങ്കിൽ ഇവിടെ ഈക്വൽ ടു സൈൻ മാത്രമേ കാണുള്ളൂ. ഇവിടെ വരുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നുള്ളൊരു സൈൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ, അതായത് ഇത് പ്രോബബിലിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ എ ബി സി എന്ന് പറയുന്നൊക്കെ ഡിഫറെന്റ് ഡയറക്ഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ബെൽ ഇങ്ങനെ ഒരു ഇൻഈക്വാലിറ്റി ഡെവലപ്പ് ചെയ്തു, ബെൽസ് തിയറം നമ്മൾ പറയും. അപ്പം ബെൽസ് തിയറം പറയുന്ന അത്രേ ഉള്ളൂ. ഈ ഒരു ഇൻഈക്വാലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതായത് ലോക്കാലിറ്റി പ്രിൻസിപ്പിളും റിയലിസം പ്രിൻസിപ്പിളും ഉള്ളൂ എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. ഇഫ് എനിബഡി ക്യാൻ ക്രിയേറ്റ് ആൻ എക്സ്പെരിമെന്റ് ദാറ്റ് വയലേറ്റ്സ് ദിസ് ഇൻഈക്വാലിറ്റി, ഈ ഇൻഈക്വാലിറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആർക്കെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ then we have to agree that quantum mechanics is a non-local theory. ക്വാണ്ടം മെക്കാനിക്സ് ശരിയാണെന്ന് പറയേണ്ടി വരും. ഈ ഇൻഈക്വാലിറ്റി വയലേറ്റ് ചെയ്യുന്ന പോലെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ബെൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ഐഡിയ. ഓക്കെ, അപ്പം ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇത് വയലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നീട് വന്ന ആൾക്കാർ, സയന്റിസ്റ്റുകൾ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഹിഡൻ വേരിയബിൾ തിയറി ഒന്നും ഇല്ല. ഈ ഐൻസ്റ്റീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുപാട് കാലം എല്ലാവരും സെർച്ച് ചെയ്തു, ഹിഡൻ വേരിയബിൾ തിയറി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഒന്നും വർക്ക്ഔട്ട് ആയില്ല. ഇതാണ് ഐൻസ്റ്റീൻ പൊഡോൾസ്കി റോസൻ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് ജോണസ് ബെൽ 1964 പബ്ലിഷ് ചെയ്ത പേപ്പറാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് കുറച്ച് ഫിസിസിസ്റ്റുകളാണ്. അതിൽ ഒരാള് ജോൺ എഫ് ക്ലോസർ ആണ് ആദ്യമായിട്ട് ഈ ബെൽസ് ഇൻഈക്വാലിറ്റി വയലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതും അത് റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തു. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എക്സ്പെരിമെന്റിലൂടെ പ്രിഡിക്ട് ചെയ്യുന്നത്. അപ്പം അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നാണക്കേടായതുകൊണ്ട് ജോൺ എഫ് ക്ലോസറിനെ പെർമനന്റ് പൊസിഷൻ കൊടുക്കാതെ റിട്ടയർ ആവുന്നോളം വരെ ജോൺ എഫ് ക്ലോസർ ഒരു പെർമനന്റ് പൊസിഷൻ ഇല്ലാതെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ബട്ട് നമ്മളിപ്പോൾ അംഗീകരിച്ചു. 2022 ആയപ്പം നമ്മൾ നൊബേൽ പ്രൈസ് കൊടുത്താണ് ഇവരെയൊക്കെ നമ്മൾ അംഗീകരിച്ചത്. ഓക്കെ, ഇപ്പം ജോൺ എഫ് ക്ലോസർ ആദ്യം ട്രൈ ചെയ്തു, പക്ഷെ എക്സ്പെരിമെന്റുകളിൽ ഒരുപാട് എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്നൊക്കെ സിംഗിൾ ഫോട്ടോൺ എക്സ്പെരിമെന്റ് ഒക്കെ അത്ര ടെക്നിക്കലി പോസിബിൾ അല്ലായിരുന്നു. ഒരുപാട് എറേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എക്സ്പെരിമെന്റൽ എറേഴ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീട് അലൻ ആസ്പേ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്ത് നല്ല റിസൾട്ട്സ് കാണിച്ചു. ബെൽസ് ഇൻഈക്വാലിറ്റി വയലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഈ ആന്റൺ സെലിംഗർ എന്ന് പറയുന്ന ആള് ഈ എൻടാങ്കിൾമെന്റ് യൂസ് ചെയ്ത് തന്നെ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ ഫിനോമിന അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത് കാണിച്ചു. 1997 ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചതിനാണ് ആന്റൺ സെലിംഗറിന് ഈ നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഫൈനലി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ സെക്ഷന്റെ അവസാനം, ക്വാണ്ടം എൻടാങ്കിൾമെന്റ് സെക്ഷന്റെ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഒരു നോൺ ലോക്കൽ തിയറി തന്നെയാണ്. ഓക്കെ, അതായത് ഇൻഫ്ലുവൻസസ്, ഈ ഒരു എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്കിൾ ഡിസ്റ്റർബ്ഡ് ആവും. ഓക്കെ, ആ ഇൻസ്റ്റന്റിൽ തന്നെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ഗെറ്റ് അഫക്റ്റഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്വാണ്ടം മെക്കാനിക്സ് നോൺ ലോക്കൽ തിയറി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഒരു അഡ്വാൻസ്മെന്റ് വരുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് റിച്ചർഡ് ഫെയ്ൻമാന്റെ ഐഡിയയിലൂടെയാണ്. റിച്ചർഡ് ഫെയ്ൻമാന്റെ ലെക്ചേഴ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോസ് യൂസ് ചെയ്ത് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് വെച്ച് തന്നെ നമുക്കൊരു കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. ബിക്കോസ് അതിന് സൂപ്പർ പൊസിഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതൊക്കെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് മാത്രമേ സൂപ്പർ പൊസിഷൻ പ്രോപ്പർട്ടി ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പാർട്ടിക്കിൾസ് യൂസ് ചെയ്ത് നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ നോക്കുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ പ്രോസസ്സിംഗ് പവർ. ഇതാണ് ഫെയ്ൻമാന്റെ ഐഡിയ. ഓക്കെ, ഫെയ്ൻമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിന്റെ കൂടെ തന്നെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 1984 ബെനറ്റ് ആൻഡ് പ്രസാദിന്റെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾ ആദ്യമായിട്ട് തിയററ്റിക്കലി പ്രപ്പോസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ടോക്കിൽ പറ്റുമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, സമയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഡേവിഡ് ഡോയ്സ്
ഇങ്ങനെ ക്വാണ്ടം സർക്യൂട്ട്സിനെ പറ്റി പറയുന്നു. അതായത് ദേ ആർ യൂണിവേഴ്സൽ എന്ന് പറയുന്നു. മീൻസ് എനി പ്രോബ്ലം ക്യാൻ ബി ഡികമ്പോസ്ഡ് ഇൻ ടു സെറ്റ് ഓഫ് ക്വാണ്ടം ഗേറ്റ്സ്. ക്വാണ്ടം ഗേറ്റ്സ് ആയിട്ട് നമ്മളിപ്പം ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ് ഒക്കെ വെച്ചിട്ട് ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡികമ്പോസ് ചെയ്യാൻ പറ്റും. ഏത് പ്രോബ്ലത്തിനെയും, മാത്തമെറ്റിക്കൽ പ്രോബ്ലത്തിനെയും നമുക്ക് ഈ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഡികമ്പോസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഡോയിറ്റ്സ് പ്രൂവ് ചെയ്തത് ക്വാണ്ടം ഗേറ്റ്സ് ഇതുപോലെ യൂണിവേഴ്സൽ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് ഡീകോമ്പോസ് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡോയിറ്റ്സ് പറയുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 91 ആർത്തർ എക്കാർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് വെച്ചിട്ടും ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു. ബട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഫീൽഡിന് കിട്ടിയത് ഈ ഒരു തിയററ്റിക്കൽ പ്രൊപ്പോസൽ, പീറ്റർ ഷോർ കൊടുത്ത ഒരു തിയററ്റിക്കൽ പ്രൊപ്പോസലിലാണ്. അതായത് പീറ്റർ ഷോർ ഒരു അൽഗോരിതം, ക്വാണ്ടം അൽഗോരിതം ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആ ക്വാണ്ടം അൽഗോരിതം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാർജ് നമ്പേഴ്സിനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 15 ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ 5 × 3 50. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്കൊരു അൽഗോരിതം വേണം. ഓക്കെ, കമ്പ്യൂട്ടറിൽ നമ്മളൊരു അൽഗോരിതം കൊടുക്കുകയാണ് ഫാക്ടറൈസേഷന് വേണ്ടി. അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഈ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തു, ഇങ്ങനെ ഒരു ഫാക്ടറൈസ് ചെയ്യുന്ന ഒരു അൽഗോരിതം. അതാണ് പീറ്റർ ഷോർ ചെയ്തുള്ളൂ. പക്ഷെ ആ അൽഗോരിതം അതിന്റെ റിസൾട്ട്സ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. റിസൾട്ട്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അത് നമ്മുടെ കറണ്ട് സെക്യൂരിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ സെക്യൂരിറ്റിനെ തന്നെ ത്രെട്ടൻ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു അൽഗോരിതം ആയിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകളൊക്കെ നോക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം സെർച്ച് അൽഗോരിതം. പിന്നെ ഈ അടുത്ത ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആന്റൺ സെലിംഗറിന്റെ ക്വാണ്ടം ടെലിപ്പോർട്ടേഷന്റെ ഡെമോൺസ്ട്രേഷൻ. ഇതാണ് ടൈം ലൈൻ മേജർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, എന്താണ് നമ്മുടെ കൺവെൻഷണൽ കമ്പ്യൂട്ടേഴ്സിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് അതായത് ഉറപ്പായിട്ടും വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. അതായത് നമ്മൾ ഓരോ വർഷം നോക്കുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ശരി, അതിന്റെ സ്പീഡിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് കണ്ടുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺസ് ഒന്നല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, വളരെ ഫാസ്റ്റും പവർഫുള്ളും ആണ്. ഓക്കെ, അപ്പൊ ഇവരെന്താണ് ശരിക്കും ഈ ഓരോ ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ മെയിൻ ആയിട്ട് ഒരു ചിപ്പ് ഉണ്ട്. ഓക്കെ, ആ ചിപ്പിന്റെ ഉള്ളിൽ കുറെ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ട്രാൻസിസ്റ്റേഴ്സിന്റെ നമ്പർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സിന്റെ നമ്പർ, അതായത് ട്രാൻസിസ്റ്റേഴ്സിന്റെ നമ്പർ നമ്മൾ കൂട്ടുവാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. അത് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിം ഏരിയയിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് കയറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസിസ്റ്ററിന്റെ സൈസ് കുറയ്ക്കണം. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ സൈസ് ചെറുതാക്കി നമ്മൾ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സിനെ അതിൽ പാക്ക് ചെയ്യുവാണ്. നാച്ചുറലി ട്രാൻസിസ്റ്ററിന്റെ സൈസ് ചെറുതാകുമ്പോൾ പവർ കൺസംഷൻ കുറയും. ഓക്കെ, അപ്പം കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, പവർ കൺസംഷൻ കുറവാണ്, ഇത് ഫാസ്റ്റർ ആകും. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ഒന്ന് 7.5 നാനോമീറ്റർ ടെക്നോളജി ഒക്കെ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. 4 നാനോമീറ്റർ ടെക്നോളജി വരെ സാംസങ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, 2 ട്രാൻസിസ്റ്റേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ട്. ഓക്കെ, ഒരു ലെയറിൽ ട്രാൻസിസ്റ്റർ ഉണ്ട്, മുകളിലത്തെ ലെയറിൽ ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 4 നാനോമീറ്റർ ആ ഒരു ലെവൽ വരെയാണ് ഇപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ 4 നാനോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഫ്യൂ ആറ്റം തിക്നെസ്സേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കൂടുതൽ ഇങ്ങനെ പാക്ക് ചെയ്യുന്നതോറും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസിസ്റ്റേഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഒരു മെയിൻ ഒരു ഫിനോമിനയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെയേഴ്സ് കുറഞ്ഞു വരുമ്പം ടോപ്പ് ലെയറിലുള്ള ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് ടണൽ ചെയ്ത് താഴത്തെ ലെയറിലുള്ള ട്രാൻസിസ്റ്ററിലേക്ക് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ആ പ്രോബബിലിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു ടൈമിൽ നമുക്ക് ഈ ലിമിറ്റ് എത്തും. ഓക്കെ, അതിൽ കൂടുതൽ നമുക്ക് ചെറുതാക്കാൻ പറ്റിയല്ല, നമ്മുടെ ഈ കറണ്ട് ടെക്നോളജിനെ ട്രാൻസിസ്റ്ററിന്റെ സൈസ് ചെറുതാക്കാൻ പറ്റിയല്ല എന്നുള്ള ഒരു ലെവലെത്തും. അതാണ് നമ്മുടെ മെയിൻ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോഗ്രസ്സിലുള്ള ഒരു മെയിൻ ഒരു പ്രശ്നം. ഓക്കെ, കൺവെൻഷൻ ടെക്നോളജി മേ റീച്ച് എ സ്പീഡ് ലിമിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നേക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൺവെൻഷണൽ ടെക്നോളജിയുടെ കുഴപ്പം. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വേറെ ഇത് വരും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും വേറെ ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു പോസിബിലിറ്റിയാണ് ഈ ക്വാണ്ടം ടെക്നോളജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എൻടാങ്കിൾമെന്റ് ഉണ്ടെന്നുള്ളത് ഞാൻ കൺവിൻസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. നോബൽ പ്രൈസ് കൊടുത്ത് നമ്മൾ അംഗീകരിച്ചത് കൊണ്ട്
എൻടാങ്കിൾമെന്റിന്റെ കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷന് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യൂബിറ്റ്സ് എന്താണ്, ക്വാണ്ടം ഗേറ്റുകൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഫണ്ടമെന്റൽസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ അറിയാവുന്നത് വെച്ച് നോക്കാം. ക്ലാസിക്കൽ ബിറ്റ്സ്, നമ്മുടെ നോർമൽ മൊബൈലിലും ലാപ്ടോപ്പിലുള്ള ബിറ്റ്സ്, അതിൽ നമുക്കറിയാം 0 സ്റ്റേറ്റിലാണ് ആ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് 0 സ്റ്റേറ്റ് തന്നെയാണ്. 1% പോലും അത് 1 സ്റ്റേറ്റിലേക്ക് പോവുകയില്ല. ഓക്കെ, അപ്പം അതിന്റെ മീനിങ് ഇതാണ്, കൺവെൻഷണൽ ബിറ്റ്സിൽ 1 ആകാനുള്ള ചാൻസ് 0% ഉള്ളൂ, 0 ആകാനുള്ള ചാൻസ് 100% ആണ്. ഓക്കെ, സപ്പോസ് നമ്മൾ 1 സ്റ്റേറ്റിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ 100% ഇറ്റ് വിൽ ബി ഇൻ ദ 1 സ്റ്റേറ്റ് ആൻഡ് 0 സ്റ്റേറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഒരു സ്മോളസ്റ്റ് ബിറ്റ് ഓഫ് ഡേറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന 0s and 1s വെച്ചിട്ടാണ്. ഈ ബൈനറി ഡിജിറ്റ്സ് നമ്മൾ പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോസസ്സും നമ്മുടെ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ചെയ്താലും എല്ലാം അപ്പം തന്നെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ പ്രോസസ്സറിലേക്ക് പോകുന്നു, ട്രാൻസിസ്റ്റേഴ്സ് പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് നടക്കുന്നത്, കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ക്വാണ്ടം ബിറ്റ്സിലേക്കാണ്. ഓക്കെ, ക്വാണ്ടം ബിറ്റ്സിന്റെ ഷോർട്ട് ഫോം ക്യൂബിറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ക്വാണ്ടം ബിറ്റ്സിൽ ഈ പറയുന്ന പോലെ 0 സ്റ്റേറ്റ് നമുക്ക് 100% പ്രോബിലിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഒരു വെർട്ടിക്കൽ ബാറും ഒരു ആംഗിൾ ബ്രാക്കറ്റും, ഇതിനെ നമ്മൾ ഡിറാക് നൊട്ടേഷൻ എന്ന് വിളിക്കും. ഡിറാക് എന്ന് പറയുന്ന ഒരു ഫിസിസിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നൊട്ടേഷൻ ആണിത്. ഇതിനെപ്പറ്റി നമ്മളിപ്പം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ 0 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. വി ക്യാൻ ക്രിയേറ്റ് ക്വാണ്ടം ബിറ്റ്സ് ഇൻ 100% 0 സ്റ്റേറ്റിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പ്രോബിലിറ്റി ഓഫ്, അല്ലെങ്കിൽ അതിനെ 1 സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ്. സിമിലർലി ഇതിനെ 1 സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ 0 സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ്. ഓക്കെ, ബട്ട് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നമുക്ക് ഇതിനെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് വി ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ഇൻ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്. അതായത് 0 ആകാൻ 50% പ്രോബിലിറ്റി, 1 ആകാൻ 50% പ്രോബിലിറ്റി, ഇങ്ങനെയും നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലാസിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്, നമുക്കൊരു കമ്പയർ ചെയ്യാനേ പറ്റിയല്ല. ഓക്കെ, സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കൽ ടെക്നോളജി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ല. ഓക്കെ, ഇതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ക്വാണ്ടം ബിറ്റ്സിന്റെ. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് പവർ കൂടുതലാണെന്ന് നമ്മൾ പറയുന്നത്. ഈ ക്വാണ്ടം അൽഗോരിതംസ് ഒക്കെ പവർഫുൾ ആണെന്ന് പറയാൻ കാരണം ഈ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നാച്ചുറലി എല്ലാ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും ഉണ്ടെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ 50% 0, 50% 1 അത് മാത്രമല്ല പോസിബിൾ, എനി റേഞ്ചിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 25% 0, 75% 1 സ്റ്റേറ്റ്, ആ രീതിയിൽ. നമ്മൾ അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 50% ഓഫ് ടൈം 0 സ്റ്റേറ്റിലും 50% ഓഫ് സ്റ്റേറ്റിലും 50% ഓഫ് ടൈം ഇസ് ഇൻ 1 സ്റ്റേറ്റിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രോബിലിറ്റി ഉള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ക്വാണ്ടം ബിറ്റിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. വി ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ഇൻ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഫിസിക്കലി എങ്ങനെയാണ് ഞാൻ ഇമാജിൻ ചെയ്യേണ്ടത് ഈ ക്വാണ്ടം ബിറ്റ്സിനെ? മറ്റേത് ക്ലാസിക്കൽ ബിറ്റ്സ് എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 1 സ്റ്റേറ്റ് എന്നും ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ 0 സ്റ്റേറ്റ്, അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ ക്വാണ്ടം ബിറ്റ്സ് നമ്മൾ എങ്ങനെ ഇമാജിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, ആറ്റംസിൽ, നമ്മുടെ ആറ്റംസിൽ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, അതായത് ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ 0 സ്റ്റേറ്റ് എന്ന് വിളിക്കാം. അങ്ങനെ ലേസർ പൾസ് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആ സ്റ്റേറ്റിലുള്ളപ്പം നമ്മൾ അതിനെ 1 സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മളിവിടെ ഡിറാക്കിന്റെ നൊട്ടേഷനിൽ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആംഗിൾ ബ്രാക്കറ്റ് വെർട്ടിക്കൽ ബാറൊക്കെയുള്ള 0നെ നമ്മൾ വിളിക്കുന്നത് get 0 എന്നാണ് വിളിക്കുന്നത്. ഇപ്പുറത്തുള്ളതിനെ get 1. ഓക്കെ, ഇതാണ് നമ്മൾ വിളിക്കുന്നത്, അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു വൺ ഓഫ് ദ റിപ്രസെന്റേഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മുടെ ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് മാത്രമല്ല, നമുക്ക് ക്യൂബിറ്റിനെ ഇങ്ങനെ മാത്രമല്ല റിയലൈസ് ചെയ്യാൻ പറ്റുന്ന, ദർ ആർ സെവറൽ മെത്തേഡ്സ് ആൻഡ് ഐഡിയാസ് ടു റിയലൈസ് ക്വാണ്ടം ബിറ്റ്സ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അതർ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സ് ആണ്. ഓക്കെ, അതാണ് IBM, ഗൂഗിളും റിഗറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, അവർ സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മൈക്രോസോഫ്റ്റ് ആണെങ്കിൽ ടോപ്പോളജിക്കൽ ക്യൂബിറ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ അവർ ഡെവലപ്പ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, ടോപ്പോളജിക്കൽ ക്യൂബിറ്റ്സ്. അതുപോലെ IonQ, MIT ഇവരൊക്കെ ട്രാപ്പഡ് അയോൺസ് വെച്ചിട്ട്
ക്വാണ്ടം കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. പിന്നെ NMR വെച്ചിട്ട് ന്യൂക്ലിയർ മാഗ്നറ്റിക് റിസൊണൻസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. അതുപോലെ ക്വാണ്ടം ഡോട്ട്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയമണ്ട്, നമുക്ക് അറിയാവുന്ന ഈ ഡയമണ്ടിലുള്ള ഡിഫക്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ പല സ്ഥലങ്ങളിൽ പല ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അറിയില്ല ഏത് ടെക്നോളജി ആയിരിക്കും സ്കെയിലബിൾ ആകുന്നത്. ഓക്കെ, ഇതിപ്പം ഒരു 150 ക്യൂബിറ്റ്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പം ഇവർക്ക് ഒരു ടെക്നോളജിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് അതിനെ ഒരു 5000 ആക്കാനോ 50,000 ആക്കാനോ ഒന്നും ചിലപ്പം പോസിബിൾ ആയെന്ന് വരികയില്ല. ചില മെത്തേഡ്സിൽ അങ്ങനത്തെ സ്കെയിലബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ അറിയത്തില്ല ഏതാണ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആകുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് എല്ലാ ഫീൽഡിലും എല്ലാ ഏരിയയിലും ഈ ക്വാണ്ടം ബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ക്വാണ്ടം ബിറ്റ്സ് ഇനി ഫിസിക്കലി ഉള്ള ക്വാണ്ടം ബിറ്റ്സ് നമ്മൾ മാത്തമാറ്റിക്കലി ഒന്ന് റിപ്രസെന്റ് ചെയ്യുവാണ്. ഓക്കെ, നമ്മളിവിടെ ഈ തിയററ്റിക്കലി പ്രിഡിക്ട് ചെയ്യുന്ന മൊത്തം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് വെച്ചിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ട്സ് ഒക്കെയാണ് നമ്മൾ പിന്നീട് എക്സ്പെരിമെന്റലിയും റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം എക്സ്പെരിമെന്റിലൂടെ തന്നെ കണ്ടുപിടിക്കാതെ നമ്മൾ ആദ്യം തിയററ്റിക്കലായിട്ട് മോഡൽ ചെയ്ത് ഈ മോഡലിൽ വരുന്ന ആൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ പിന്നെ എക്സ്പെരിമെന്റ്സ് റിയലൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് കുറച്ച് ടെക്നിക്കലാണ്, ബട്ട് എന്നാലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ ക്വാണ്ടം ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷന് പോസിബിൾ ആണ്. 0യുടെയും 1 സ്റ്റേറ്റിന്റെയും സൂപ്പർ പൊസിഷനിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആൽഫ ബീറ്റ എന്ന് പറയുന്ന 2 കോഎഫിഷ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ get 0യുടെയും get 1ന്റെയും ഫ്രണ്ടിലുള്ള ഈ നമ്പേഴ്സ് ഇത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, നോർമലി നമ്മൾ റിയൽ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഫിസിക്സ് ഫുള്ളും ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് അതിൻ്റെ ഉണ്ട്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഈ തിയറി ഡെവലപ്പ് ആയിരിക്കുന്നത്. അപ്പം ഈ കോഎഫിഷ്യൻസ് അതിന് ഫിസിക്കൽ മീനിങ് ഇല്ല. ആൽഫ ബീറ്റയ്ക്ക് ഫിസിക്കൽ മീനിങ് ഇല്ല. നമ്മൾ അതിനെ വിളിക്കുന്നത് പ്രോബബിലിറ്റി ആംപ്ലിറ്റ്യൂഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ബട്ട് അതിന്റെ മോഡ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് മീനിങ് ഉണ്ട്. ഓക്കെ, ഈ മോഡുലസ് ഓഫ് ആൽഫ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ സിസ്റ്റം ഇൻ 0 സ്റ്റേറ്റ് എന്നാണ് മീനിങ്. ഓക്കെ, മോഡ് ബീറ്റ സ്ക്വയർ പറയുന്നത് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ക്യൂബിറ്റ് ഇൻ 1 സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പം നമുക്ക് 0 കിട്ടാനുള്ള ചാൻസ് ഹാഫ് ആണ്, അതുപോലെ 1 കിട്ടാനുള്ള ചാൻസ് ഹാഫ് ആണ്. ഈ 2 ഹാഫും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി വിൽ ബി 1 ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രോബിലിറ്റീസ് സം ഓഫ് ദ പ്രോബിലിറ്റീസ് ഷുഡ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി നമ്മളിങ്ങനെയാണ് നമ്മളൊരു ക്വാണ്ടം ബിറ്റിനെ റിപ്രസെന്റ് ചെയ്യുന്നത്, ഒരു ക്യൂബിറ്റിനെ. ഓക്കെ, ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് കുറച്ചും കൂടെ മാട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മൾ ഈ 0 എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും 1 സ്റ്റേറ്റിനെയും നമുക്ക് ഇങ്ങനെ മാട്രിക്സസ് ആയിട്ട് നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, get 0 എന്ന് പറയുന്നത് കോളം മാട്രിക്സ് വിത്ത് 1 0 എന്ന് പറയുന്ന എലമെന്റ്സും get 1 എന്ന് പറയുന്നത് കോളം മാട്രിക്സ് വിത്ത് 0 1 എലമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ആദ്യം നമ്മൾ പറഞ്ഞ ഈ സൈ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ നമുക്ക് ഈ മാട്രിക്സ് നൊട്ടേഷനിൽ ആൽഫ ബീറ്റ എന്ന് എഴുതാം. രണ്ടും ഈക്വലന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടം ബിറ്റ്സിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഒരു സിംഗിൾ ക്യൂബിറ്റിനെ എങ്ങനെ മാത്തമാറ്റിക്കലി റിപ്രസെന്റ് ചെയ്യും അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഓക്കെ, യു ക്യാൻ റൈറ്റ് 0 as get 0 as 1 0 1 0 and get 1 as 0 1 column matrix. Okay, in next multiple qubits, ഒന്നിലധികം ക്യൂബിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി റിപ്രസെന്റ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സിമ്പിൾ കാണും. ചിലപ്പം ടെൻസർ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ ഈ സിമ്പിൾ നമ്മൾ വിളിക്കുന്നത്. ടെൻസർ പ്രോഡക്റ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്യൂബിറ്റ് 0 സ്റ്റേറ്റിലാണ്, സെക്കൻഡ് ക്യൂബിറ്റും 0 സ്റ്റേറ്റിലാണ്. ഓക്കെ, നമ്മൾ ഇതാണ് ആക്ച്വലി ഇങ്ങനെയാണ് എഴുതേണ്ടതെങ്കിലും നമ്മളൊരു കൺവെൻഷൻ എല്ലാ പേപ്പറിലും ഒക്കെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഇങ്ങനെ എഴുതാറുള്ളത്. രണ്ടിനെയും ഒരു ബ്രാക്കറ്റിനുള്ളിൽ എഴുതും. ഓക്കെ, അപ്പം get 0 0 എന്ന് പറഞ്ഞ് നമ്മൾ റിപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെയും മാട്രിക്സ് റിപ്രസെന്റേഷൻ എഴുതുവാണ്. അതായത് get 0യുടെ മാട്രിക്സ് റിപ്രസെന്റേഷൻ 1 0, രണ്ടാമത്തെ get 0യുടെ മാട്രിക്സ് റിപ്രസെന്റേഷൻ 1 0. ഓക്കെ, ഇതിന്റെ ടെൻസർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ബ്ലൂ കളറിലുള്ള ഈ 1 ഉണ്ടല്ലോ, ഈ 1 ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഫസ്റ്റ് മാട്രിക്സ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് എൻറ്റയർ കോളം മാട്രിക്സ്. ഓക്കെ, ഇത് എൻറ്റയർ കോളം മാട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 0 എന്നുള്ളത് വരും. ഓക്കെ, ഇനി സെക്കൻഡ് എലമെന്റിനെ നമ്മൾ ഈ എൻറ്റയർ മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന 0നെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 into 1 0 0 0 0 ഈ റെഡ് രണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ക്യൂബിറ്റ് സ്റ്റേറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി റിപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മാട്രിക്സ് ഫോമിൽ.
ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ ഇത് 0 സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വന്നു. 0 1 ആണെങ്കിൽ ഈ ആദ്യം ഉണ്ടായിരുന്ന 1 രണ്ടാമത്തെ ലൊക്കേഷനിൽ കിട്ടും. 1 0 ആണെങ്കിൽ മൂന്നാമത്തെ ലൊക്കേഷനിൽ വരും. 1 1 ആണെങ്കിൽ നാലാമത്തെ ലൊക്കേഷനിൽ 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റിനെയും മാത്തമാറ്റിക്കലി റിപ്രസെന്റ് ചെയ്യുന്നത്, അതായത് മൾട്ടിപ്പിൾ ക്യൂബിറ്റ് സ്റ്റേറ്റിനെ. ഓക്കെ, ഇനി ഇതിന്റെ ആർബിട്രറി 2 ക്യൂബിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 4 സ്റ്റേറ്റിന്റെയും സൂപ്പർ പൊസിഷൻ ആണ് ഒരു 2 ക്യൂബിറ്റ്സിന് അക്വയർ ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് ജനറൽ സ്റ്റേറ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ α0 പ്ലസ് β1 എന്ന് പറയുന്നത് സിംഗിൾ ക്യൂബിറ്റിന്റെ ആർബിട്രറി സ്റ്റേറ്റ് ആണ്. 2 ക്യൂബിറ്റിന്റെ ആർബിട്രറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1 ഈ നാലെണ്ണത്തിന് കോമ്പിനേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 0 0 എന്ന് പറയുന്നത് ബൈനറി ഉള്ള വാല്യൂ, അതിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റിയാൽ 0, 0 1 എന്ന് പറയുന്നതിനെ ഡെസിമലിലേക്ക് മാറ്റിയാൽ 1, 1 0 എന്നുള്ളതിനെ ഡെസിമലിലേക്ക് മാറ്റിയാൽ 3, 1 1 എന്നുള്ളതിനെ ഡെസിമലിലേക്ക് മാറ്റിയാൽ 3. ഓക്കെ, 1 0 എന്ന് പറയുന്നത് 2, 1 1 എന്ന് പറയുന്നത് 3. അപ്പൊ 0 മുതൽ 3 വരെ ഉണ്ട് വാല്യൂസ്. ഒരു സംശയം കേട്ടോ, സോറി, ബിഫോർ മൂവിങ് ഓൺ. നമ്മളുടെ ഇപ്പൊ ഈ പറയുന്ന കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, ദിസ് ഈസ് ജസ്റ്റ് സൂപ്പർ പൊസിഷൻ ബട്ട് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എൻടാങ്കിൾമെന്റ് ആണോ അല്ല? ഈ സൂപ്പർ അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ മനസ്സിലാക്കിയത്? ഇവിടെ എൻടാങ്കിൾമെന്റിന്റെ കാര്യം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇല്ല, ഓക്കെ, നമുക്ക് വി ഡോണ്ട് നോ വാട്ട് ഈസ് ആൽഫ ബീറ്റ ഗാമ ആൻഡ് ഡെൽറ്റ. അത് അറിയാമെങ്കിൽ മാത്രമേ എൻടാങ്കിൾമെന്റ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സൗണ്ട്സ് ഗുഡ്, താങ്ക് യു. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ഇപ്പം 2 ക്യൂബിറ്റ്സ് വരുമ്പം ഈ 4 ടേംസ് വരും. ഓക്കെ, 4 ടേംസിന്റെ സൂപ്പർ പൊസിഷനിലായിരിക്കും ആ 2 ക്യൂബിറ്റ്സ് ഉള്ളത്. ഓക്കെ, അതുപോലെ ഞാൻ 3 ക്യൂബിറ്റ്സ് ആക്കുമ്പോൾ അവിടെ 8 ടേംസ് വരും. ഓക്കെ, 8 ടേംസിന്റെ സൂപ്പർ പൊസിഷനിൽ ഈ ക്യൂബിറ്റ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പയ്യെ നമ്മൾ നമ്പർ ഓഫ് ക്യൂബിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പം ഇറ്റ് ഈസ് n ക്യൂബിറ്റ് ആണെങ്കിൽ 2n - 1 അത്രയും ടേംസിന്റെ സൂപ്പർ പൊസിഷനിലായിരിക്കും അതുള്ളത്. 0 മുതൽ ഡിജിറ്റ്സിൽ നമ്മൾ ഡെസിമലിൽ പറയുവാണെങ്കിൽ 0 മുതൽ 2n - 1 വാല്യൂസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എല്ലാത്തിന്റെയും സൂപ്പർ പൊസിഷനിലായിരിക്കും ഈ ക്യൂബിറ്റ്സ് ഉള്ളത്. ഓക്കെ, വിച്ച് മീൻസ് ഒരു n = 50 ഇട്ട് കഴിഞ്ഞാൽ 1 ക്വാഡ്രില്യൺ സ്റ്റേറ്റുകളുടെ സൂപ്പർ പൊസിഷനിലായിരിക്കും ഈ 50 ക്യൂബിറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദീസ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്, മൈക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ്, നമുക്ക് അതിനെ ഇങ്ങനത്തെ ഇത്രയും വലിയ സൂപ്പർ പൊസിഷനിൽ, ഇത്രയും സ്റ്റേറ്റുകളുടെ ഒരു സൂപ്പർ പൊസിഷനിൽ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എവിടെയാണ് ഈ പ്രോസസ്സിംഗ് പവർ കൂടുതലാണെന്ന് പറയാൻ കാരണം ഇങ്ങനെയാണ്. ഇതിന് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് നാച്ചുറലായിട്ട് ബൈ നേച്ചർ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ സൂപ്പർ പൊസിഷനിൽ ഇതിനെ നിർത്താൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ പ്രോസസ്സിംഗ് പവർ കൂടുതലാണെന്ന് പറയാൻ കാരണം ഇതാണ് ഈ സൂപ്പർ പൊസിഷൻ കാരണമാണ്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് റിപ്രസെന്റേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ ക്യൂബിറ്റ്സിനെ നമുക്ക് ഇങ്ങനെ മാട്രിക്സ് ഫോമിൽ റിപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഫർമേഷനെ എല്ലാം, നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷനെ എല്ലാം ഈ ക്വാണ്ടം സ്റ്റേറ്റുകളായിട്ടാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 0 0 റിപ്രസെന്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ ആണ്, 0 1 ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ. അങ്ങനെ ഇത് നാല് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഇൻഫർമേഷൻ നമ്മൾ ക്വാണ്ടം ബിറ്റ്സിൽ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഇതിനെ പ്രോസസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നല്ല കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഈ ക്യൂബിറ്റ്സിനെ നമുക്ക് കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ ചെയ്യുന്ന പോലെ ബിറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗേറ്റ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ക്വാണ്ടം ബിറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ക്വാണ്ടം ഗേറ്റ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ബേസിക്കലി നമ്മൾ അടുത്ത ഗേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഇതിന്റെ ക്ലാസിക്കലിന്റെയും ക്വാണ്ടത്തിന്റെയും ഡിഫറൻസ് ഇനി ഞാൻ പറയുന്നില്ല, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ ഞാൻ ഒരു പോയിന്റ്, മെയിനായിട്ട് 2 പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വർക്ക് ആവും. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന്റെ. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചറിലൊന്നും വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു ടെക്നോളജി വന്നിട്ടില്ല. ഡയമണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഡയമണ്ട് യൂസ് ചെയ്തിട്ടുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ റൂം ടെമ്പറേച്ചർ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ബട്ട് ഇവിടെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്, നമ്മുടെ സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സിലൊക്കെ വരുന്ന ഡിസഡ്വാൻറ്റേജ്, നമ്മൾ അതിനെ നിയർ ടു 0 കെൽവിൻ വെച്ചില്ലെങ്കിൽ ഈ സറൗണ്ടിങ് എൻവയോൺമെന്റിലുള്ള തെർമൽ നോയ്സ് ഒക്കെ ഈ ക്വാണ്ടം സ്റ്റേറ്റുകളെ അഫക്ട് ചെയ്യും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മെയിൻ ഇഷ്യൂ അവിടെയാണുള്ളത്. നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഈ ക്വാണ്ടം ക്യൂബിറ്റ്സിന്റെ കേസിൽ നമ്മൾ 0 കെൽവിൻ അടുത്ത് വെക്കണം. ഓക്കെ, പിന്നെ ഇത് പ്രോൺ ടു എറർ ആണ്. ഈ നോയ്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, തെർമൽ നോയ്സ് ഒക്കെ ഹൈ എറർ റേറ്റുകളാണ് ക്വാണ്ടം ബിറ്റ്സ് ഒക്കെ. അതാണ് അതിന്റെ ടെക്നോളജി. ഇപ്പോഴും നമുക്ക് ലാർജ് സ്കെയിലിൽ കമേഴ്ഷ്യൽ ആയിട്ടൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പിലൊക്കെ ഉള്ള ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ
നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനത്തെ നീഡിൽസ് വെച്ചിട്ടാണ്. ഇതിന്റെ അറ്റത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ നമ്മൾ യൂണിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ റിവേഴ്സിബിൾ ഓപ്പറേഷൻ ആണ്. ഈ യൂണിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. അതായത് യൂഷ്വലി നമ്മുടെ ആൻഡ് ഗേറ്റ് ഒക്കെ നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിലുള്ള ആൻഡ് ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിന് 2 ഇൻപുട്ട് കാണും, ഔട്ട്പുട്ട് ഒന്നേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ എഫക്റ്റീവ്ലി 2 ഇൻപുട്ട് റെഡ്യൂസ് ആയി 1 ഔട്ട്പുട്ട് ആയിട്ട് റെഡ്യൂസ് ആവുന്നുണ്ട്, ഒരു 1 ബിറ്റ് എറേസ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇൻപുട്ടിലേക്ക് പോകാൻ പറ്റില്ല. ബട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ അങ്ങനെയല്ല, 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2 ഔട്ട്പുട്ടും കാണും. ഓക്കെ, ദിസ് ഇസ് എ റിവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, ഇവിടെ റിവേഴ്സിബിൾ കമ്പ്യൂട്ടിംഗ് നമ്മൾ പറയും, നമ്മൾ കൺവെൻഷനലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറിവേഴ്സിബിൾ കമ്പ്യൂട്ടിംഗ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ യൂണിറ്ററി ഓപ്പറേഷൻസ് ആണ്, നമ്മുടെ ഗേറ്റ്സ് എല്ലാം യൂണിറ്ററി മാട്രിക്സസ് ആയിരിക്കും. ഓക്കെ, ഇത് ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തേക്കുന്നത് മേജർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ ക്യൂബിറ്റ് ഗേറ്റുകളാണ്. ആദ്യത്തെ ഐഡന്റിറ്റി ഓപ്പറേഷൻ, രണ്ടാമത്തേത് പൗളി മാട്രിക്സസ് ആണ്, പൗളി എക്സ്, പൗളി വൈ ആൻഡ് പൗളി ഇസഡ് മാട്രിക്സസ് ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഹാഡമാർഡ് മാട്രിക്സ് ആണ്, ഹാഡമാർഡ് ഗേറ്റ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്ററി മാട്രിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഈ ഒരു ഗേറ്റ് ആണ് നമുക്ക് സൂപ്പർ പൊസിഷൻ പോസിബിൾ ആക്കി തരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നതും റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുള്ളൂ. ഹാഡമാർഡ് ആണ് നമുക്ക് ഈ സൂപ്പർ പൊസിഷനെ എനേബിൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്യൂബിറ്റിനെ സൂപ്പർ പൊസിഷനിലേക്ക് ആക്കുന്നത് ഹാഡമാർഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് സെക്കൻഡ് ക്യൂബിറ്റ് 2 ക്യൂബിറ്റ് ഗേറ്റുകളാണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കൺട്രോൾഡ് നോട്ട് അല്ലെങ്കിൽ സി നോട്ട് എന്ന് പറയുന്ന ഗേറ്റും കൺട്രോൾഡ് ഇസഡ് പിന്നെ സ്വാപ്പ് ഗേറ്റ് ഇങ്ങനത്തെ ഗേറ്റുകളൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2 ക്യൂബിറ്റ് ഗേറ്റിന്റെ പ്രത്യേകത ഇതേ ഉള്ളൂ, ഈ ഒരെണ്ണം മാത്രം ഞാൻ പറയാം. കൺട്രോൾഡ് നോട്ട് എന്ന് പറയുന്ന ഈ 2 ക്യൂബിറ്റ് ഗേറ്റിൽ ഇതാണ് നമ്മൾ അതിനെ ക്വാണ്ടം സർക്യൂട്ട് റിപ്രസെന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ കാണിക്കുന്ന ഈ ഓരോ ലൈൻസ് ഉണ്ടല്ലോ, ഈ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടൈം ലൈൻ ഓഫ് ദ ക്യൂബിറ്റ് ആണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദാറ്റ് ക്യൂബിറ്റ്, ഇപ്പൊ ഫസ്റ്റ് ലൈൻ റിപ്രസെന്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്യൂബിറ്റും സെക്കൻഡ് ലൈൻ സെക്കൻഡ് ക്യൂബിറ്റിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻഡ് ടു ദാറ്റ് ക്യൂബിറ്റ് വിത്ത് ടൈം, റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും ടൈം ഇൻക്രീസ് ആയി വരുന്നു. ഓക്കെ, അപ്പം ഈ ഇവിടെ കാണുന്ന ഈ ഒരു വെർട്ടിക്കൽ ബാറും പിന്നെ ഈ ഒരു ഡാർക്ക് സർക്കിൾ എൻ്റെ ഇവിടെ ഒരു ഹോളോ സർക്കിളിൽ ഇത് ഒരു കൺട്രോൾഡ് ഓപ്പറേഷൻ ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഡാർക്ക് ഡോട്ട് എവിടെ വരുന്നു അത് കൺട്രോൾ ബിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതിന്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഈ ടാർഗറ്റ് ക്യൂബിറ്റിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൺട്രോൾഡ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഗേറ്റ് അല്ലേ, നമ്മൾ 0 ആണെങ്കിൽ 1 ആക്കും, 1 ആണെങ്കിൽ 0 ആക്കും. ആ ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഡൺ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് ക്യൂബിറ്റ്. അതേ ഉള്ളൂ വ്യത്യാസം. ആദ്യത്തെ ക്യൂബിറ്റ് 0 സ്റ്റേറ്റിലാണെങ്കിൽ ഈ ഓപ്പറേഷൻ നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്യില്ല. ആദ്യത്തെ ക്യൂബിറ്റ് കൺട്രോൾ ക്യൂബിറ്റ് എന്ന് പറയുന്നത് 1 സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ക്യൂബിറ്റ് ടാർഗറ്റ് ക്യൂബിറ്റിൽ ഒരു നോട്ട് ഓപ്പറേഷൻ ചെയ്യുള്ളൂ. ഇതാണ് അതിന്റെ മീനിങ്. ഇതിന്റെ എക്സാക്ട് മാത്തമാറ്റിക്കൽ റിപ്രസെന്റേഷൻ ഇതാണ്, മാട്രിക്സ് റിപ്രസെന്റേഷൻ ഇവിടെ റൈറ്റ് സൈഡ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഇൻപുട്ട് സൈഡിൽ 2 ക്യൂബിറ്റ് ഉണ്ട്, ഔട്ട്പുട്ടിലും 2 ക്യൂബിറ്റ് തന്നെ കാണണം. ഓക്കെ, ഇതാണ് റിവേഴ്സിബിൾ കമ്പ്യൂട്ടേഷൻ നമ്മൾ പറയും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ കമ്പ്യൂട്ടേഷൻ ആണ്. ഓക്കെ, പിന്നെ നമ്മളിപ്പം ഇൻഫർമേഷനെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ ആയിട്ട് അതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മെഷർ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മളെല്ലാം നമ്മുടെ നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ അതിനെ ചെയ്യുന്നത്. ഇപ്പൊ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് മെഷർമെന്റ്സിലൂടെയാണ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ജനറൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, സൈ ഈസ് ഈക്വൽ ടു ആൽഫ 0 പ്ലസ് ബീറ്റ 1. ഓക്കെ, ഇതിനെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ടെക്നിക്കലാണ്. മെഷർ ചെയ്യുമ്പോൾ ഞാൻ Z ബേസിസിൽ മെഷർ ചെയ്യുവാണെങ്കിൽ Z ബേസ് പൗളി Z മാട്രിക്സ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കണ്ട പൗളി Z മാട്രിക്സിന്റെ ഐഗൻ സ്റ്റേറ്റ്സ് ആണ് കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബേസിസിൽ ഞാൻ ഈ സ്റ്റേറ്റിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടാനുള്ള പ്രോബിലിറ്റി അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതാണ് മെത്തേഡ്. 0 കിട്ടാനുള്ള പ്രോബിലിറ്റി ആൽഫ സ്ക്വയറും 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയറും ആണ്. ഓക്കെ, 0 കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ +1 എന്ന് പറയും. 0 റിസൾട്ട് കിട്ടുവാണെങ്കിൽ +1 എന്ന് നമ്മൾ വിളിക്കും. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ ആണ് ഈ ഐഗൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ. അതുപോലെ 1 കിട്ടാനുള്ള പ്രോബിലിറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് -1. ഓക്കെ, അപ്പൊ ഇത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് -1 എന്ന് പറയുന്നത് ബീറ്റ സ്ക്വയറും പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് +1 എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ Z ബേസിസിൽ ഈ സെയിം ക്യൂബിറ്റിനെ മെഷർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസേഴ്സ് ഇങ്ങനെയായിരിക്കും. എന്നാൽ നമ്മൾ എക്സ് ബേസിസിൽ വേറെ ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്താൽ ഈ സെയിം ക്യൂബിറ്റിനെ മെഷർ ചെയ്താൽ എന്ത് സംഭവിക്കും, അതാണ് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ 0 എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ഓക്കെ
അത് എക്സ് ബേസിസിന്റെ ഐഗൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് പ്ലസ് ആൻഡ് ഗെറ്റ് പ്ലസ് ആൻഡ് ഗെറ്റ് മൈനസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഐഗൻ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ ഐഗൻ സ്റ്റേറ്റ്സിനെ എനിക്ക് 0യുടെയും 1ന്റെയും സൂപ്പർ പൊസിഷൻ ആയിട്ട്, ശരിക്കും അത് 0യുടെയും 1ന്റെയും സൂപ്പർ പൊസിഷൻ ആണ് ഈ ഐഗൻ സ്റ്റേറ്റ് പ്ലസ് എന്ന് പറയുന്നത്. അതുപോലെ മൈനസ് എന്ന് പറയുന്നത് 0യുടെയും 1ന്റെയും സൂപ്പർ പൊസിഷൻ ആണ്, ബട്ട് വിത്ത് നെഗറ്റീവ് സൈൻ ഹിയർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ 0 സ്റ്റേറ്റിനെ ഞാൻ 0 ആൻഡ് 1നെ പ്ലസിന്റെയും മൈനസിന്റെയും ടേംസിൽ എനിക്ക് എഴുതാൻ പറ്റും. അതാണ് ഈ മുകളിൽ എഴുതിയിരിക്കുന്നത്. 0നെയും 1നെയും പ്ലസിന്റെയും മൈനസിന്റെയും ടേംസിൽ എഴുതാൻ പറ്റും. അതുപോലെ പ്ലസിന്റെയും മൈനസിനെയും എനിക്ക് 0യുടെ ടേംസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു മുകളിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു 0, 1നെ ഇൻ ടേംസ് ഓഫ് പ്ലസ് മൈനസ് എഴുതി കഴിഞ്ഞാൽ, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എക്സ് ബേസിസ് വേറെ ഡയറക്ഷനിൽ ഞാൻ മെഷർ ചെയ്യുമ്പോൾ പ്ലസ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഈ ആൽഫ പ്ലസ് ബീറ്റ ബൈ √2ന്റെ സ്ക്വയറും, മൈനസ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഇവിടെ ഒരു ആൽഫ മൈനസ് ആണ് വരുന്നത്, ഒരു ടൈപ്പിംഗ് എറർ ആണ്. ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ √2 ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇത് ഞാൻ പറയാൻ കാരണം എന്നുവെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ ഇൻഫർമേഷനെ എല്ലാം ഒരു ക്വാണ്ടം ബിറ്റിൽ എൻകോഡ് ചെയ്യാൻ പറ്റണം. ഈ എൻകോഡ് ചെയ്ത ഇൻഫർമേഷനെയൊക്കെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ക്വാണ്ടം ഗേറ്റുകൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പ്രോസസ് ചെയ്ത സംഭവത്തിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണം. അതിനാണ് ഈ ക്വാണ്ടം മെഷർമെന്റ്സിന്റെ കാര്യം പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ ഫണ്ടമെന്റൽ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ പോകാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ BB84 പ്രോട്ടോകോൾ ഉണ്ടല്ലോ, 1982 ബെനറ്റ് പ്രസാദ് പ്രൊപ്പോസ് ചെയ്ത ഈ പ്രൊപ്പോസൽ, ഈ ഒരു പ്രോട്ടോകോള്, ഇത് മെയിൻ ഐഡിയ ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഏതൊരു ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതായത് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ മനോഷിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ, ഓക്കെ, എന്നാൽ അത് ഞാൻ കൊടുക്കുമ്പം വേറെ ആരും എന്താണ് ആ ഇൻഫർമേഷൻ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നാച്ചുറലി ഞാൻ ഒരു കീ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഞാൻ എഴുതുന്ന ഓരോ ആൽഫബറ്റ്സും ഞാൻ എൻകോഡ് ചെയ്യുവാണ്. എന്റെ കയ്യിലുള്ള ഒരു കീ വെച്ചിട്ട് ഞാൻ എൻകോഡ് ചെയ്യുവാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എ എന്ന് എഴുതി കഴിഞ്ഞാൽ എ അല്ല എ എന്നല്ല റീഡ് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ ഒരു 4 ലെറ്റർ കഴിഞ്ഞിട്ടുള്ള ഡീന്നോ അങ്ങനെയൊക്കെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു കീ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ കീ യൂസ് ചെയ്ത് ഞാനിത് എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്റെ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്ത് ഞാൻ വേറെ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ബിക്കോസ് ഈ കീ അറിയാവുന്നവർക്കല്ലേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കൊണ്ട് നമുക്ക് മനോഷ് അല്ലെങ്കിൽ വേറെ ഒരു റിസീവറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് റീഡ് ചെയ്യണമെങ്കിൽ അവർക്കും ഈ കീ തന്നെ വേണം. എന്ത് കീ വെച്ചിട്ടാണോ ക്രിയേറ്റ് ചെയ്തത് ആ കീ തന്നെ വേണം അവർ റീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം അവർക്ക് ആ കീ ആദ്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടുപേരും സെക്യൂർ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇൻഫർമേഷൻ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കാം ധൈര്യമായിട്ട്. ഓക്കെ, അപ്പം ഇവിടെ കീ ഷെയറിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ഇതാണ് നമ്മൾ വൺ ടൈം പാഡ് സ്കീം എന്ന് പറയും. വൺ ടൈം പാഡ് എന്ന് പറയാൻ കാരണം ആ കീ വൺ ടൈമേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ, റിപ്പീറ്റഡ് സെയിം കീ വെച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മൾ വേറെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ കീ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കീ ഷെയർ ചെയ്യുക, ബട്ട് അത് വൺ ടൈമേ ഷെയർ ചെയ്യാവുള്ളൂ. വൺ ടൈം പാഡ് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്, അതാണ് ഏറ്റവും സെക്യൂർ എന്ന് പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്രിയേറ്റ് ചെയ്ത കീ സെക്യൂർ ആയിട്ട് എയും ബിയും ഈ രണ്ടുപേർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പം ഈ കീ ഷെയർ ചെയ്യാൻ ബെനറ്റ് ആൻഡ് പ്രസാദ് ആദ്യമായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്ത് ഈ കീ ഷെയർ ചെയ്യാനുള്ള ടെക്നിക്ക് പറഞ്ഞതാണ് ഈ BB84 എന്ന് പറയുന്ന പ്രോട്ടോകോൾ. ഈ സെയിം പ്രോട്ടോകോൾ, ഇങ്ങനത്തെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾ ആണ് നമ്മൾ ഇപ്പം ഈ റീസെന്റ് ആയിട്ട് 2 ദിവസം മുമ്പ് വന്ന ന്യൂസിലൊക്കെ IIT ഡൽഹിയും DRDO ഒക്കെ റിയലൈസ് ചെയ്തു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഈ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളിപ്പോൾ ന്യൂസിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഇത് 1984 തിയററ്റിക്കലായിട്ട് പ്രൊപ്പോസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അതിനകത്ത് ബേസിക്കലി വളരെ സിമ്പിൾ ഐഡിയ ആണ് BB84 ഉള്ളത്. ജസ്റ്റ് ഒരു എനിക്കൊന്ന് ഇതൊരു 5 മിനിറ്റ്സിൽ എടുക്കുമായിരിക്കും. നമുക്ക് അത്ര സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഒന്നുമില്ല, ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ആലിസ് പറയുന്നത് സെൻഡ് ചെയ്യുന്ന ആളാണ്, ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ആള്. ബോബ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ആള്. ഓക്കെ, അതിൽ ഇടയ്ക്ക് ഒരു ക്വാണ്ടം ചാനൽ ഉണ്ട്. ഓക്കെ, ക്വാണ്ടം ചാനൽ എന്ന് പറയുന്നത് ക്വാണ്ടം ഓബ്ജക്ട്സ് പാസ് ചെയ്യുന്ന ഒരു പാത്വേ. ഓക്കെ, അപ്പം ഈ ആലിസ് ആദ്യം ചെയ്യുന്നത് 2 n-bit സ്ട്രിങ്സ് ക്രിയേറ്റീവ് ആണ്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ബൈനറി, ഒരു സെറ്റ് ഓഫ് ബൈനറി നമ്പേഴ്സ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് n=5 5 ബിറ്റുകളുള്ള 2 സ്ട്രിങ് യൂസ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുവാണ് ആലിസ്. ഓക്കെ, ആദ്യത്തേത് 0 1 1 0 1 രണ്ടാമത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് 1 1 0 0 1. ഓക്കെ,
ഈ രണ്ടാമത്തെ സ്ട്രിങ് മീൻ ചെയ്യുന്നത്രേ ഉള്ളൂ, എക്സ് ബേസിസിലാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതോ സെഡ് ബേസിസിലാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സ്ട്രിങ് പറയുന്നത്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബേസിസിൽ ഐഗൺ സ്റ്റേറ്റ്സിൽ എൻകോഡ് ചെയ്യണം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ബേസിസിന്റെ ഐഗൺ സ്റ്റേറ്റ്സിൽ എൻകോഡ് ചെയ്യണം. അതാണ് മീനിങ്. ഓക്കെ, ആലിസിനിലുള്ള ഇൻഫർമേഷൻ 01101 എന്നുള്ളതിനെ ഈ ബിറ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് വെച്ച് നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ A 0 ആണെങ്കിൽ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ എലമെന്റ് 1 ആണെങ്കിൽ നമ്മൾ എക്സ് ബേസിസിൽ ആദ്യത്തെ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് പ്ലസ്. ഓക്കെ, ബിറ്റ് സ്ട്രിങ് 1 ആണ് എന്ന് വെച്ചാൽ എക്സ് ബേസിസിൽ ക്രിയേറ്റ് ചെയ്യണം. അതായത് ബി എന്ന് പറഞ്ഞാൽ ബേസിസ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ ബേസിസ് എക്സ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബേസിസിൽ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് മൈനസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ സെഡിൽ 1 എന്ന് പറയുന്നത് 1 സ്റ്റേറ്റും സെഡിൽ 0 എന്ന് പറയുന്നത് 0 സ്റ്റേറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇവര് എൻകോഡ് ചെയ്യുന്നത്, ക്വാണ്ടം ബിറ്റ്സിനെ എൻകോഡ് ചെയ്യുന്നത്. അതായത് സ്ട്രിങ് എ എന്ന് പറയുന്നതാണ് ആലിസിന്റെ ഇൻഫർമേഷൻ, സ്ട്രിങ് ബി എന്ന് പറയുന്നത് ഏത് ബേസിസിൽ അതിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കെറ്റ് എന്ന് പറയുന്ന സിമ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ക്വാണ്ടം ബിറ്റ്സ്, അതിന്റെ സ്റ്റേറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് ആലിസ് ഈ ഇൻഫർമേഷനെ മൊത്തം ഈ പ്ലസ് മൈനസ് 1 0 -1 എന്നുള്ള സ്റ്റേറ്റിനെല്ലാം ബോബിനെ അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് പ്രോസസ്. ബോബ് അതേസമയം അവിടെ എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബ് ഒരു ബി ഡാഷ് എന്ന് പറഞ്ഞൊരു ബേസിസ് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ആ ബി ഡാഷ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. ഓക്കെ, ബോബ് ചുമ്മാ റാൻഡം ആയിട്ട് ചുമ്മാ തോന്നുന്ന പോലെ ഒരു 5 ബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബോബിന്റെ ബിറ്റ് റാൻഡം ആണ്, ഒന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബേസിസും, സെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബേസിസ്, 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡ് ബേസിസ്. അത് അങ്ങനത്തെ ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ആലിസ് അയച്ചു തന്ന എല്ലാ ക്വാണ്ടം ബിറ്റ്സിനെയും ഈ പറയുന്ന പോലെ റാൻഡം ആയിട്ട് മെഷർ ചെയ്യുവാണ്. ഓക്കെ, റാൻഡം ആയിട്ട് മെഷർ ചെയ്യുന്നു. ബോബിന് റാൻഡം ആയിട്ട് റിസൾട്ട്സ് കിട്ടുന്നു. ഓക്കെ, സപ്പോസ് ബോബ് ചൂസ് ചെയ്ത ബേസിസും ആലിസ് ചൂസ് ചെയ്തതും സെയിം ആണെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ വരും. ഈ സ്ട്രിങ് എ ഡാഷ് എന്ന് പറയുന്നതും എയും ഈക്വൽ ആകണമെങ്കിൽ ഇവർ രണ്ടുപേരും ചൂസ് ചെയ്ത ബേസിസ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് മെയിൻ ഐഡിയ. അത്രേ ഉള്ളൂ. ആലിസ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത ബേസിസും ബോബ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്ത ബേസിസും സെയിം ആണെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഇൻഫർമേഷൻ സെയിം ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അതർവൈസ് അതർ പോസിബിലിറ്റീസ് എല്ലാം വരും. ഓക്കെ, അപ്പൊ ഇവര് ആദ്യം ഈ പറഞ്ഞ സ്ട്രിങ് എ എന്ന് പറഞ്ഞ 5 ബിറ്റിൽ നിന്ന് 3 എണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ആ 3 ബിറ്റ്സ് ആണ് ഷെയർഡ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 101 എന്ന് പറയുന്നതാണ് ഇവരുടെ കീ. ഇനി ഇത് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം 101 ആണ് കീ എന്നുള്ളത് ഇപ്പൊ അറിയാം, വേറെ ആർക്കും അറിയത്തുമില്ല. ഓക്കെ, ഇത് വെച്ചിട്ട് ഇവർക്ക് എൻക്രിപ്ഷൻ നടത്താം എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റ്. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് കേസ് ഉണ്ട്. അതായത് ഇതിന് ഇടയ്ക്ക് ഒരാളുണ്ടെങ്കിൽ ഈ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഈ സ്ട്രോപ്പർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നെക്സ്റ്റ് കാര്യങ്ങളാണ്. ബട്ട് ഞാൻ അത് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേസിക്കലി ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇവർ കീ ഷെയർ ചെയ്യുന്നത്. വൺസ് കീ സെക്യൂർ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ആകും. ഓക്കെ, അതാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പെരിമെന്റലി. ഓക്കെ, ഇപ്പം നമ്മൾ വേവ് ഫംഗ്ഷൻ എന്താണ്, സൂപ്പർ പൊസിഷൻ എന്താണ്, എൻടാംഗിൾമെന്റ് എന്താണ്, അതുപോലെ ക്വാണ്ടം ബിറ്റ്സ്, ക്വാണ്ടം ഗേറ്റ്സ്, അതുപോലെ ഈ മെഷർമെന്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ക്വാണ്ടം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ എൻടാംഗിൾഡ് സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ എൻടാംഗിൾഡ് സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഹാഡമാർഡ് ഗേറ്റും ഒരു C0 ഗേറ്റും ഉണ്ടെങ്കിൽ മതി. നമുക്കത് എക്സ്പെരിമെന്റലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എൻടാംഗിൾഡ് സ്റ്റേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ക്യൂബിറ്റിന് ആർബിട്രറി 2 ക്യൂബിറ്റ് എൻടാംഗിൾഡ് സ്റ്റേറ്റ്സ് ഇതാണ് സൂപ്പർ പൊസിഷൻ. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ഇതിന്റെ സൂപ്പർ പൊസിഷനിലാണ് ഈ ആർബിട്രറി 2 ക്യൂബിറ്റ് സ്റ്റേറ്റ് ഉള്ളത്. അതിൻ്റെ അകത്ത് ബീറ്റയും ഗാമയും 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ ആൽഫയും ഡെൽറ്റയും 1/√2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സ്റ്റേറ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന എൻടാംഗിൾഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ക്യൂബിറ്റിനെ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടിയാൽ ആ ഇൻസ്റ്റന്റിൽ തന്നെ രണ്ടാമത്തെ ക്യൂബിറ്റും 0 തന്നെ ആവും. ഓക്കെ, മെഷർമെന്റ് ചെയ്യുമ്പം ഇവിടെ കാര്യം 2 പോസിബിലിറ്റീസ് ഉണ്ട്, 2 ടേംസ് ഉണ്ട്. പക്ഷെ ആദ്യത്തെ ക്യൂബിറ്റിനെ മെഷർ ചെയ്യുമ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ പോസിബിലിറ്റി ഡിസ്ട്രോയ് ആയി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്യൂബിറ്റിന് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 0 കൊളാപ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കും. ഓക്കെ, അതാണ് ഈ എൻടാംഗിൾഡ് സ്റ്റേറ്റ്സിന്റെ പ്രത്യേകത. സപ്പോസ് ആദ്യത്തെ ക്യൂബിറ്റ് 1 സ്റ്റേറ്റിലാണ് കൊളാപ്സ് ആയതെങ്കിൽ രണ്ടാമത്തെ ക്യൂബിറ്റ് 1 വരുള്ളൂ. ഓക്കെ, ഇതൊരു കോറിലേറ്റഡ് പാർട്ടിക്കിൾസ് എന്ന് പറയും ഈ എൻടാംഗിൾഡ് സ്റ്റേറ്റ്സിനെ.
ഓക്കെ, ആദ്യത്തെ റിസൾട്ട് രണ്ടാമത്തേതിനെ അഫക്ട് ചെയ്യും. ആദ്യത്തെ 0 ആണെങ്കിൽ രണ്ടാമത്തേത് 0, ആദ്യത്തെ 1 ആണെങ്കിൽ രണ്ടാമത്തേതും 1. ഓക്കെ, ഇതാണ് ഈ എൻടാങ്കിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു സെക്ഷന്റെ സമറി ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ എൻറ്റയർ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ, എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഈ രണ്ട് ഫിനോമിനയുടെ ബേസിലാണ് ഈ എൻറ്റയർ സബ്ജക്റ്റും ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇതിന് അറ്റ് ദ ഹാർട്ട് ഓഫ് ദിസ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ആൻഡ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഈ സൂപ്പർ പൊസിഷൻ, എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്ന ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ മാത്രമേ ഉള്ളൂ. അതായത് ആറ്റംസ്, ഇലക്ട്രോൺസ്, ഇങ്ങനത്തെ സബോട്ടോമിക് പാർട്ടിക്കിൾസിലൊക്കെ ഈ പ്രോപ്പർട്ടി ഉള്ളൂ. ഓക്കെ, മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൽ, ലാർജർ മോളിക്യൂൾസിലൊന്നും ഇതില്ല. ഇത് നമുക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, സമറി ഇതാണ്. ഇത്രയും നേരം പറഞ്ഞതിന്റെ സമറി ഇതാണ്. ബട്ട് ഇനി ഈ എൻടാങ്കിൾ സ്റ്റേറ്റ്സ് വെച്ചിട്ട് നമുക്ക് എൻടാങ്കിൾ സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. ഇനി ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ടോക്കിലെ മെയിൻ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്, ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇനി മുതൽ എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, എൻടാങ്കിൾമെന്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ആണ് ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് സാധാരണ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ PhD ജോയിൻ ചെയ്തപ്പോഴും ഞാനിത് ടെലിപ്പോർട്ടേഷനിൽ വർക്ക് ചെയ്യാൻ സാർ പറഞ്ഞപ്പം ഞാനൊന്നും നോക്കിയില്ല, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംശയം വരാറുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ ഇല്ല, എനിക്ക് തന്നെ ഡൗട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ കുറെ വായിച്ച് ഇങ്ങനെ കുറെ എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് നടന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അപ്പം കൺവിൻസ്ഡ് ആയിരുന്നു. ബട്ട് ഞാനിത് എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഇവരാരും കൺവിൻസ്ഡ് അല്ല. ഈ ടെലിപ്പോർട്ടേഷൻ, ഈ എൻടാങ്കിൾമെന്റ് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ബട്ട് ഇപ്പൊ 2022 നോബൽ പ്രൈസ് കൊടുത്തത് ആ ഒരു പ്രശ്നം എനിക്ക് മാറി കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ. ടെലിപ്പോർട്ടേഷൻ എന്താണെന്നുള്ളത് ഞാനൊരു മാത്തമെറ്റിക്കലായിട്ട് പറയുന്നില്ല, ഓൺലി ജസ്റ്റ് കോൺസെപ്റ്റൽ ലെവലിലാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ പേപ്പർ. 1993 ബെനറ്റ് എഴുതിയ പേപ്പറാണിത്. 6 ഓതേഴ്സ് ഉണ്ട്, ബെനറ്റ്, പ്രസാദ്, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ ഇതില് പേപ്പറിന്റെ മെയിൻ ഐഡിയ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു മാജിക് ട്രിക്ക് ഉണ്ടല്ലോ, ഈ മൊയലിനെ ഒരു ഹാറ്റിനകത്ത് വെക്കുകയല്ലേ, എന്നിട്ട് അതിനെ ഡിസപ്പിയർ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു മാജിക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ അത് 2 മൊയലുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അതിന് പകരം ഞാൻ 2 മൊയലിനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഈ അതിനകത്ത് ആലിസ് ബോബ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ആണ് നമ്മുടെ ഈ എൻറ്റയർ ഫീൽഡിലും. 2 പേര് ആലിസ് ബോബ്, A, B എന്ന് പകരം ആലിസ് ബോബ് എന്ന് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആലിസിന്റെ ഒരു ഹാറ്റ് ഉണ്ട്, ബോബിന്റെ ഒരു ഹാറ്റ് ഉണ്ട്. ഓക്കെ, ആലിസിന്റെ ഹാറ്റിനകത്ത് ആദ്യത്തെ ഈ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എൻടാങ്കിൾഡ് റാബിറ്റ്സിൽ ആദ്യത്തേതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അതുപോലെ രണ്ടാമത്തെ ഹാറ്റിൽ ബോബ് ഇതുപോലെ ഒരു വൺ ഓഫ് ദ എൻടാങ്കിൾഡ് റാബിറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനകത്തോട്ട് വെക്കുവാണ്. വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ആലിസിന്റെ ഒരു ക്യാറ്റ് ഉണ്ട്. ഓക്കെ, ഒരു പൂച്ച. ഓക്കെ, ഈ ക്യാറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ ക്വാണ്ടം ഇൻഫർമേഷൻ. ഓക്കെ, അതായത് psi is equal to alpha times ket 0 plus beta times ket 1 എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു അൺനോൺ സ്റ്റേറ്റ് ആണ് ഈ ക്യാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്യാറ്റിനെ ആലിസിന്റെ ആദ്യത്തെ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾ വെച്ചെടുത്ത് തന്നെ തൊട്ട് വെക്കുവാണ്. ഓക്കെ, ആലിസിനുള്ള എൻടാങ്കിൾഡ് റാബിറ്റിന്റെ കൂടെ ഈ ക്യാറ്റിനെയും കൂടെ വെക്കുന്നു. എന്നിട്ട് ആലിസിനുള്ള ഒരു മാജിക് സ്റ്റിക്ക് വെച്ചിട്ട് കുറച്ച് മാജിക് ചെയ്യുന്നു. മാജിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക്കലി മെഷർമെന്റ് ആണ്. 2 ക്യാറ്റിനെയും റാബിറ്റിനെയും മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടുന്നു. അതാണ് ഈ മെഷറിംഗ് ഡിവൈസ് ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്ന XYZ എന്ന് പറയുന്ന റിസൾട്ട്സ്. അതാണ്. ഓക്കെ, ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് റാൻഡം ഒരു മെഷർമെന്റ് ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടി. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ റിസൾട്ടിനെ അയച്ചു കൊടുക്കുകയാണ്, ബോബിന് അയച്ചു കൊടുത്തു. അപ്പോൾ ബോബിന്റെ XYZ എന്ന് പറഞ്ഞ സം റിസൾട്ട് കിട്ടി. ബോബിന്റെ ഹാറ്റ് ഉണ്ടല്ലോ, ആ ഹാറ്റിൽ ആ മെഷർമെന്റ് റിസൾട്ട് വെച്ചിട്ട് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ബോബിന്റെ ഹാറ്റിനകത്ത് നോക്കുമ്പോൾ ബോബിന്റെ ഉണ്ടായിരുന്ന ആ റാബിറ്റിന് പകരം ക്യാറ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തതായിട്ട് കാണിച്ചെങ്കിലും ശരിക്കും ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിൽ നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യുന്നത് ആൽഫ, ബീറ്റ എന്ന് പറയുന്ന ആ അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇനി ഒരു സ്ഥലത്തേക്ക് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഓബ്ജക്റ്റിനെ അല്ല നമ്മൾ ടെലിപ്പോർട്ടേഷനിൽ നമ്മൾ
ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നാച്ചുറലി എല്ലാവർക്കും ഉള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പം നമുക്ക് മനുഷ്യർക്ക് ഇപ്പൊ ഇവിടുന്ന് ഡിസപ്പിയർ ആയിട്ട് വേറെ സ്ഥലത്ത് അപ്പിയർ ആകാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അത് നാച്ചുറലി എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്. ശരിക്കും നേച്ചർ അതൊരിക്കലും അത് പറ്റത്തില്ല എന്ന് പറയുന്നില്ല. ഓക്കെ, ബൈ നേച്ചർ ദർ ഇസ് നോ ലോ ദാറ്റ് ഫോർബിഡ്സ് ദാറ്റ്. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് ഡിസപ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസപ്പിയർ ആവില്ല, ഡെസ്ട്രോയ് ആവുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഡെസ്ട്രോയ് ആവും. ബട്ട് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ആറ്റത്തിന്റെയും ആ സ്റ്റേറ്റ് എല്ലാം നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് കോപ്പി ചെയ്താണ് നമ്മൾ ഈ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് വഴി വേറെ ഒരു ലൊക്കേഷനിലുള്ള ഒരു സെറ്റ് ഓഫ് ആറ്റത്തിലേക്ക് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഹ്യൂമൻ ബോഡിയോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിലൊക്കെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്, നടക്കുന്ന കാര്യമല്ല. ഇവിടെ നോൺ ലിവിങ് ഒബ്ജക്ട്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ അതാണ് ടെലിപ്പോർട്ടേഷൻ ശരിക്കും റിയലൈസ് ചെയ്യപ്പെട്ട എക്സ്പെരിമെന്റ്സ് ആണ്. മെയിനായിട്ട് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ടെലിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ആ ഓബ്ജക്റ്റിനെ അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഇലക്ട്രോണിന്റെ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇറ്റ് ക്യാൻ ഹാവ് അപ്പ് സ്പിൻ ഓർ ഡൗൺ സ്പിൻ. ഓക്കെ, ഇപ്പം ഇലക്ട്രോൺ സം പർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും ഉള്ളത്. നമുക്ക് ആൽഫ ബീറ്റ എന്താണെന്ന് അറിയത്തില്ല. ബട്ട് ആ ആൽഫ ബീറ്റനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തുള്ള ഇലക്ട്രോണിലേക്ക് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് വി ഹാവ് ദീസ് എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അത് പോസിബിൾ ആണ്. ബട്ട് ഓൺലി തിങ് ഇസ് ഒറിജിനൽ പാർട്ടിക്കിളിന്റെ സ്റ്റേറ്റ് ആൽഫ ബീറ്റ, ഒറിജിനൽ പാർട്ടിക്കിൾ ഡിസ്ട്രോയിഡ് ആയി പോകും, അത് വേറെ സ്ഥലത്ത് റിക്രിയേറ്റ് ആവും. ഓക്കെ, ഇതാണ് ശരിക്കും ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ പലരും ഇങ്ങനെ ട്രാഫിക് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടായി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോഴും നടക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും നമുക്ക് അങ്ങനത്തെ ടെക്നോളജി ഒന്നും ഇല്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ ഉടനെ ഒന്നും പറ്റിയില്ല. ബട്ട് അതൊക്കെ ഈ ചെറിയ ടോയ് മോഡൽസ് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഉത്തരവേ ഉള്ളൂ, പാർട്ടിക്കിൾ അവിടെ തന്നെ കാണും. ഓക്കെ, അതിന്റെ ഇൻഫർമേഷൻ മാത്രം ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പോസിബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത് അതിന്റെ മാത്തമെറ്റിക്കൽ കാര്യമാണ്. ഞാൻ മാത്തമെറ്റിക്കലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് പഠിച്ച ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാത്സേ ഉള്ളൂ എഴുതത്തുള്ളൂ. ഓക്കെ, ഇനി ഇതൊക്കെ എക്സ്പെരിമെന്റിൽ 1997-ലും 98-ലും ഒക്കെ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സ് ആണ്. ടെലിപ്പോർട്ടേഷൻ അന്ന് അത് 25 years മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്പെരിമെന്റലി. ഓക്കെ, പിന്നെ ഇതിന്റെ ടെലിപ്പോർട്ടേഷന് പല വേരിയേഷൻസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഞാനത് ജസ്റ്റ് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഈ കൺട്രോൾഡ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ ആലിസും ബോബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മൂന്നാമത്തെ ഒരു പാർട്ടി ഉണ്ട്, ചാർലി എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഈ ചാർലിനെ കൺട്രോളർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ചാർലി അലോ ചെയ്താൽ മാത്രമേ ഈ ആലിസിനും ബോബിനും ഇൻഫർമേഷൻ ആൽഫ ബീറ്റ എന്നുള്ളത് ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കൺട്രോൾഡ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സീക്രട്ട് ഷെയറിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, സീക്രട്ട് ഷെയറിംഗ് പിന്നെ ബൈ ഡയറക്ഷനിലുണ്ട്, അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആൽഫ ബീറ്റാസ് ടെലിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ സ്കീമുകളുണ്ട്. ഇങ്ങനെ ഇതിന്റെ വേരിയേഷൻസും ഇതിന്റെ ഒരുപാട് അപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, ഈ നമുക്ക് എൻടാങ്കിൾമെന്റ് വെച്ചിട്ട് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ, പിന്നെ അതുപോലെ അതിന്റെ കുറെ വേരിയേഷൻസും, പിന്നെ ഈ ക്രിപ്റ്റോഗ്രഫി എന്നുള്ളത് അടുത്ത ഏരിയ ആണ്, ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി. അത് നമുക്ക് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്രിപ്റ്റോഗ്രഫി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചൈനയുടെ ഒരു മിഷിയസ് എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് യൂസ് ചെയ്ത് ചൈന അച്ചീവ് ചെയ്തതാണ് ഈ ഫ്രീ സ്പേസ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് 7600 kilometer ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ലാബുകൾക്കിടയിൽ അവർ റിയലൈസ് ചെയ്തു. ഇത് ഒരു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ള ഒരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എക്സ്പെരിമെന്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇപ്പം ജസ്റ്റ് ഫൈബർ ഓപ്റ്റിക് കേബിൾ വെച്ചിട്ട് 1 kilometer ഡിസ്റ്റൻസിലാണ് നമ്മൾ IIT ഡൽഹിയും DRDOയും കമ്പൈൻ ചെയ്ത് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ക്വാണ്ടം റെവല്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, അതിലാണ് നമുക്ക് ലേസറും ഈ GPS-ഉം ഇങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ആയത്. നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഫസ്റ്റ് ക്വാണ്ടം റെവല്യൂഷനിലാണ്. ഇനി ഈ ഫീൽഡിൽ ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഈ AI, ഡേറ്റാ സയൻസും മെഷീൻ ലേണിംഗ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കില്ല. നമുക്ക് ഈ പ്യൂർലി ഈ ഫിസിക്സ് ബേസ്ഡായിട്ട് ക്വാണ്ടം ടെക്നോളജീസ് ആണ് ഇനി വരുന്ന അടുത്ത ഒരു ഈ കൂടത്തിൽ തന്നെ വരുന്ന ഒരു റെവല്യൂഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം മെട്രോളജി എന്ന് പറയുന്നത് സെൻസിങ് ആണ്. ഓക്കെ, സെൻസിങ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇത് ഒരുപാട് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാണ്. അതൊക്കെ ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് കമേഴ്ഷ്യൽ ലെവലിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ക്വാണ്ടം മെട്രോളജി സിമുലേഷനൊക്കെ, ക്വാണ്ടം സിമുലേഷനൊക്കെ കുറെ കാലം എടുക്കും, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഈ ഇപ്പം
കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ട് ഇപ്പം ബാങ്കിങ്ങിലും പല പല ഏരിയയിലും നമുക്ക് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസിന്റെ ഒരു സ്പെഷ്യൽ ഒരു ഏരിയ ആണ്. ഓക്കെ, ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്നത് ഈ ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും എല്ലാത്തിൻ്റെയും ഒരു മിക്സറാണ്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയ ആണ് ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ്. അതിൽ ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഏരിയ ആണ്. ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ ടെലിപ്പോർട്ടേഷൻ, ക്രിപ്റ്റോഗ്രഫി, ഇങ്ങനത്തെ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഓരോരോ സെക്ഷൻസ് ആണ്, സബ് ഫീൽഡുകളാണ്. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ഏരിയ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഇത് പ്യൂർലി ഫിസിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു മൾട്ടി ഡിസിപ്ലിനറി ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് പ്യൂർ ഫിസിക്സ് വർക്കുകളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി 2 ചാനൽ വേണം ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ, ഒന്ന് ക്വാണ്ടം ചാനൽ, ഒന്ന് ക്ലാസിക്കൽ ചാനൽ. ഓക്കെ, മാജിക് ട്രിക്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മെഷർമെന്റ് റിസൾട്ട്സ് നമ്മൾ അയക്കുന്നത് ക്ലാസിക്കൽ ചാനൽ വഴിയാണ്. ഓക്കെ, ക്ലാസിക്കൽ ചാനൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്റ്റിക്കൽ ഫൈബർ വഴി അയക്കുന്നു. ക്വാണ്ടം ചാനൽ എന്ന് പറയുന്നത് ഈ എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് ഒക്കെയാണ് നമ്മുടെ ഈ ക്വാണ്ടം ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് ഒരു സെക്ഷനും കൂടെ ഞാൻ ഉള്ളൂ, ഈ സെക്യൂരിറ്റി, നമ്മുടെ ഇൻഫർമേഷന്റെ സെക്യൂരിറ്റിയുടെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വൺ ടൈം പാഡ് സ്കീമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബട്ട് നമ്മളുടെ കറണ്ട് എൻക്രിപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയും. അതായത് നമ്മളിപ്പം ആമസോണിലാണെങ്കിലും ഓൺലൈനായിട്ട് ഒരു പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ആ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് കീ വെച്ചിട്ടാണ്. ഈ കീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, ആ പബ്ലിക് കീ വെച്ചിട്ടാണ് നമ്മുടെ എൻക്രിപ്ഷൻ നടക്കുന്നതും. ഇത് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഫർ ടെക്സ്റ്റ് ആയിട്ടാണ്. ഓക്കെ, ഈ സൈഫർ ടെക്സ്റ്റ് നമ്മൾ ആമസോൺ പോലത്തെ ഒരു കമ്പനി അവരുടെ സെർവറിലേക്ക് വരുന്നു. ആ പബ്ലിക് കീ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത സൈഫർ ടെക്സ്റ്റ് ഡീകോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒരു പ്രൈവറ്റ് കീയും കൂടെ വേണം. ഓക്കെ, ആ പ്രൈവറ്റ് കീ അത് ഇപ്പം ഈ പറഞ്ഞ കമ്പനികൾ ആമസോൺസിന് മാത്രം, ആമസോണും ഇങ്ങനത്തെ പറഞ്ഞ കമ്പനികളുടെ ഉണ്ട്. ഓക്കെ, അവർക്ക് മാത്രമേ അത് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് കീ എന്ന് പറഞ്ഞ ഒരു ലാർജ് ഒരു 128 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 156 ഡിജിറ്റ് നമ്പർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ആ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് ആ ഒരു ലാർജ് നമ്പർ. ഓക്കെ, അപ്പൊ ഏതാണ് ആ 2 പ്രൈം നമ്പർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു അൽഗോരിതം യൂസ് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിലിട്ട് അൽഗോരിതം യൂസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്ത് അവസാനം ഏതാണ് ആ നമ്പർ, ഏത് 2 നമ്പർ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ പറഞ്ഞ 256 ഡിജിറ്റ് ഒരു വലിയ നമ്പർ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ക്ലാസിക്കൽ കേസിൽ ഇല്ല. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് മില്യൺസ് ഓഫ് മീൻസ്, അതായത് റിയൽ ടൈമിൽ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് സെവറൽ ഇയേഴ്സ് ടു കംപ്ലീറ്റ് ദിസ് കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ. അത്രയും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതംസ് ഇപ്പം നമ്മുടെ ഉള്ളൂ. ഇത് ബേസ് ചെയ്താണ് നമ്മളുടെ സെക്യൂരിറ്റി മൊത്തം ഇരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഫാക്ടറൈസേഷൻ ചെയ്യാൻ ഒരു എഫിഷ്യന്റ് അൽഗോരിതം ഇല്ല. അതുകൊണ്ട് അത് ബേസ് ചെയ്താണ് നമ്മളുടെ ഈ എൻക്രിപ്ഷൻ, ക്രിപ്റ്റോഗ്രഫി, കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മൾ സെക്യൂർ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു ഫാക്ടറൈസേഷൻ പ്രോബ്ലം ഉണ്ടല്ലോ, അതായത് ക്ലാസിക്കൽ അൽഗോരിതംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൂടുന്തോറും എക്സ്പോണൻഷ്യലി ദ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും എക്സ്പോണൻഷ്യലി. അതേസമയം ഈ ക്വാണ്ടം അൽഗോരിതം ഉണ്ടല്ലോ, ഷോർട്സ് അൽഗോരിതത്തിന് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻക്രീസ് ആവുന്നില്ല. ഓക്കെ, അത് ലീനിയർ ആയിട്ടാണ് പോകുന്നത്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് അനുസരിച്ച് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷോർട്സ് ഫാക്ടറൈസേഷൻ അൽഗോരിതം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, അതായത് ആരെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടർ റിയലൈസ് ചെയ്ത് അതിൽ ഈ ഷോർട്സ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് എൻക്രിപ്ഷൻ മൊത്തം, ബാങ്കിങ് ആണെങ്കിലും ഏത് എൻക്രിപ്ഷൻ ആണെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്, റിയൽ ടൈമിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ സെക്യൂരിറ്റി എല്ലാം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം ത്രെട്ടൻ ചെയ്യാൻ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ടെക് ജയൻസും ഗൂഗിളും IBM എന്ന് പറഞ്ഞ എല്ലാ കമ്പനീസും ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് പുറകെ പോകാനുള്ള കാരണം ഈ ഒരു അൽഗോരിതം ഉണ്ട്. ഈ ഒരു അൽഗോരിതം മാത്രമല്ല, വേറെ ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു മെയിൻ റീസൺ. ഓക്കെ, അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കോംപ്ലിക്കേറ്റഡ് എൻക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അതാണ് പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്. അത് ഇറ്റ് ഈസ് സെക്യൂർ അഗൈൻസ്റ്റ് ബോത്ത് ക്വാണ്ടം ആൻഡ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, പിന്നെ ഒരു ലാസ്റ്റ് ഒരു കോൺസെപ്റ്റ് ഉള്ളത് നോ ക്ലോണിംഗ് തിയറം എന്നാണ്.
ഞാൻ അധികം ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അതായത് ഒരു ആൽഫ ബീറ്റ ഉണ്ടെങ്കിൽ, അൺനോൺ ക്യൂബിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കോപ്പി ചെയ്ത് അതിന്റെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ബേസിക്കലി നോ ക്ലോണിംഗ് തിയറം പറയുന്നത്. അതായത് ഒരു ക്വാണ്ടം ഒബ്ജക്റ്റിന്റെ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതാണ് ബേസിക്കലി നോ ക്ലോണിംഗ് തിയറം. ഇതൊക്കെ നമുക്ക് ഒരു ഡിഫക്റ്റ് ആയിട്ട് തോന്നാം. നമ്മളൊരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഇൻഫർമേഷൻ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം. പക്ഷെ അത് ശരിക്കും അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ക്വാണ്ടം സ്റ്റേറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ വേറെ ആർക്കും അതിന്റെ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓക്കെ, സാധാരണ നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പിലുള്ള ഇൻഫർമേഷൻ കോപ്പി ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഈ ക്വാണ്ടം ബിറ്റ്സിനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇറ്റ് ഫോർബിഡ്സ് പാസീവ് കോപ്പിയിങ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം അവസാനം ഒരു ക്വാണ്ടം ഇന്റർനെറ്റ്, അതായത് എല്ലാ നെറ്റ്വർക്ക്, ഇപ്പൊ നമ്മൾ 1 കിലോമീറ്റർ കേബിൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്തല്ലോ, ഡൽഹിയും DRDO, ഡൽഹിയും DRDO. അതുപോലെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ വരുന്ന ഫ്യൂച്ചറിൽ നമ്മൾ ഇതുപോലത്തെ ക്വാണ്ടം ഇന്റർനെറ്റ് സെക്യൂർ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അത് ഇറ്റ് വിൽ ഹാപ്പൻ ബിക്കോസ് നമുക്ക് ഇപ്പം സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഈ ഫീൽഡ് കുറച്ച് മിലിറ്ററി ഇമ്പോർട്ടൻസും ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിലേക്ക് ഈ ഫീൽഡ് MTechോ അല്ലെങ്കിൽ PhD ചെയ്യുന്നത് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതൊക്കെ റീസെന്റ് അഡ്വാൻസ്മെന്റ്സ് ആണ്. അപ്പോൾ IBM ഇങ്ങനെ ഒരുപാട് ക്യൂബിറ്റ്സ് ഉള്ള ക്വാണ്ടം പ്രോസസ്സർക്ക് അൺവെയിൽ ചെയ്യുന്നു. അതുപോലെ ഇന്ത്യ നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 6,000 crore ബഡ്ജറ്റിൽ 8 years ഓർ എ പീരിയഡ് ഓഫ് 8 years നമ്മുടെ ഇന്ത്യയിലുള്ള ക്വാണ്ടം ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ മീൻസ് ഈ കാണുന്നതൊക്കെ ന്യൂസുകളൊക്കെ പറയുന്നത് ഈ ഫീൽഡിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത്രയും മാൻ പവറോ ഈ ഫീൽഡിൽ അധികം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബേസിക്കലി ഇത് നമ്മൾ എല്ലാത്തിലും കുറച്ച് സ്ലോ ആയിട്ട് പിക്കപ്പ് ആയി വരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇപ്പം കീ പോയിന്റ്സ് ഇപ്പം പല പ്രാവശ്യം ഒരു സമ്മറൈസ് ചെയ്തു. എൻടാങ്കിൾമെന്റ് സൂപ്പർപൊസിഷൻ ആണ് നമ്പർ 1. പിന്നെ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്ത്, ക്വാണ്ടം ഓപ്റ്റിക്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ. പിന്നെ മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ക്യൂബിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ചാലഞ്ച്. അത് അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഫാസ്റ്റർ ദാൻ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. അങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ റോങ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത വർക്കുകളാണ്, ഇത് ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ടിൻഡമോൻ. വളരെ ഇൻസൈറ്റ്ഫുള്ളും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്നായി വായിക്കാം. ഓക്കെ, ഹൗ ക്വാണ്ടം ടണലിംഗ് ഈസ് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ വേരിയേഷൻ. ടെമ്പറേച്ചറും ക്വാണ്ടം ടണലിംഗുമായിട്ടുള്ള കണക്ഷൻ ആണ് ചോദിക്കുന്നത്. നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളിൽ ഇപ്പോൾ ചിപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോൾ അതായിട്ടൊക്കെ ബന്ധപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അല്ലെ ഇത് മെയിൻ ആയിട്ട് ഇവിടെ ടണലിംഗ് നമ്മൾ പറയുന്നത് നമ്മൾക്കൊരു സാധാരണ ഒരു ലെയർ ഉണ്ട്. ഓക്കെ, 2 ട്രാൻസിസ്റ്ററിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറിലൂടെ പാസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ there is a layer, there is a high chance that electrons can tunnel through this barrier. ഓക്കെ, അതായത് ഇതിന്റെ ഈ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതൽ നമ്മുടെ പാർട്ടിക്കിളിന് കുറച്ച് പൊട്ടൻഷ്യൽ ഉള്ളെങ്കിലും ഈ ബാരിയറിനേക്കാളും കുറച്ച് പൊട്ടൻഷ്യൽ ഉള്ളെങ്കിലും ഇറ്റ് ക്യാൻ ടണൽ ത്രൂ. എന്നിട്ട് ടെമ്പറേച്ചർ ഇതിനെ അഫക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ടെമ്പറേച്ചർ ലെയർ ഓക്കെ, there is a chance because ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവും, ആവറേജ് കൈനറ്റിക് എനർജി. ആറ്റംസിന് ഇടയ്ക്കുള്ള കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, കൂടുതൽ ചാൻസ് ആണ് ടണൽ ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. മറ്റൊരു ചോദ്യം കെറ്റ് നൊട്ടേഷനെ പറ്റിയാണ്. ആ നൊട്ടേഷൻ ഒന്നും കൂടെ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആ കെറ്റ് നൊട്ടേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, നൊട്ടേഷൻ അതായത് എന്താ, എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്നാണോ? അത് ഡിറാക് പ്രൊപ്പോസ് അല്ല, വൈ കെറ്റ് നൊട്ടേഷൻ ഹാവ് 2 നൊട്ടേഷൻ, ഒരു ബാറും അതുപോലെ തന്നെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിളും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കെറ്റ് ആവുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ മതിയാവും. യെസ്, അതെ, വെർട്ടിക്കൽ ബാറും അതിന്റെ വെർട്ടിക്കൽ ബാർ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം ഇതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ കെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സിമ്പിളും ഉണ്ട്, അത് ബ്രാ എന്ന് പറയും. ഓക്കെ, ബ്രാക്കറ്റിന്റെ 2 പാർട്ടാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ളത് ബ്രായും റൈറ്റ് സൈഡിലുള്ളത് കെറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പം ഇത് ഡിറാക് അങ്ങനെ
പ്രപ്പോസ് ചെയ്ത ഒരു നൊട്ടേഷൻ ആണ്. ഓക്കെ, അതില് നമുക്ക് എഴുതുമ്പോൾ ഒരു കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ മാട്രിസസ് ഒക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ നൊട്ടേഷൻ യൂസ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൺവീനിയന്റ് ആണ്. അതിന്റെ അപ്പുറത്ത് ഇതിന് വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറ്റാം. എന്റെ അറിവിൽ അങ്ങനെ ഒരു വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, മറ്റൊരു ചോദ്യം ദേവനാരായണൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, ഹൗ ഡു ആലിസ് ആൻഡ് ബോബ് കമ്പയർ ദർ മെഷർമെന്റ് റിസൾട്ട്സ് ടു ക്രിയേറ്റ് ദ കീ? Could that be interceptable by an eavesdropper? യെസ്, ഡെഫിനറ്റ്ലി. അത് നമ്മളൊരു സ്റ്റെപ്പ് പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. അതായത് ഇവരുടെ റിസൾട്ട്സ് ഉണ്ടല്ലോ, അവർ ചൂസ് ചെയ്ത ബേസിസിന്റെ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നുണ്ട്. അതായത് ബി എന്ന് പറയുന്ന ബിറ്റ് സ്ട്രിങ്ങും ബി ഡാഷ് എന്ന് പറയുന്ന ബിറ്റ് സ്ട്രിങ്ങും അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ബിയും ബി ഡാഷും ഏതൊക്കെയായിരുന്നു സെയിം, അത് മാത്രം അതിന്റെ റിസൾട്ട്സ് മാത്രം അവർ എടുക്കുന്നു. ഓക്കെ, അല്ലാത്തത് അവർ നെഗ്ലക്റ്റീവ് ആണ്. അങ്ങനെയാണ് അവരുടെ കീ ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇന്റർസെപ്റ്റബിൾ ആണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഈവ്സ്ഡ്രോപ്പർ വേറെ ഒരാൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്റർസെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതിനകത്ത് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ക്ലാസിക്കൽ കമ്മ്യൂണിക്കേഷനിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഏത് ബേസിസിൽ ചൂസ് ചെയ്യണമെന്ന് ഈ ഈവ്സ്ഡ്രോപ്പറിന് അറിയത്തില്ലെങ്കിൽ ഈ വരുന്ന എൻകോഡഡ് ബിറ്റ്സിനെ അവർ ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഷെയർഡ് കീയിൽ 101 മാത്രമല്ല, ഇവിടെ 5 3 മാത്രമേ പ്രോപ്പർ ആയിട്ട് വന്നുള്ളൂ. ഇതില് 1 2 എണ്ണം ഇവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈവ്സ്ഡ്രോപ്പർ ഉണ്ടായിരുന്നോ ഇല്ലോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിലൂടെ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ആ ചെക്ക് ചെയ്യുന്ന ക്യൂബിറ്റ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദെൻ ഈവ്സ്ഡ്രോപ്പറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഇറ്റ്സ് പോസിബിൾ. അവിടെ ഈവ്സ്ഡ്രോപ്പർ ഇതിന്റെ ഇടയ്ക്ക് വരാൻ പറ്റും. ബട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. അതായത് ഒരു 25 ക്യൂബിറ്റ്സ് മതി. ഓക്കെ, നമുക്ക് 25 ക്യൂബിറ്റ്സിന്റെ ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് 99% ഈവ്സ്ഡ്രോപ്പറിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് യു ആർ സെൻഡിങ് മോർ നമ്പർ ഓഫ് ക്യൂബിറ്റ്സ് then 100% chance that we can detect the presence of eavesdropper. നമ്മളുടെ കമന്റ് ബോക്സിൽ സിദ്ധാർത്ഥ് ശ്യാം നായർ അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സിദ്ധാർത്ഥ്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹായ് ഡിൻറ്റോ, നൈസ് പ്രസന്റേഷൻ. നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ഇത്രയും വലിയ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മേ ബി മോർ ദാൻ ഡിഫിക്കൽട്ട് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് നല്ല രീതിക്ക് ചെയ്തു. നമ്മളുടെ ഈ ടെലിപോർട്ടേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സൂചിപ്പിക്കുന്ന ക്വാണ്ടം എൻറ്റാങ്കിൾഡ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ അത് ഫോർ ഇൻസ്റ്റൻസ് നമ്മളുടെ ഈ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷനിൽ പറയുമ്പോൾ നമുക്ക് പോളറൈസേഷന്റെ ബേസിസിൽ നമുക്ക് എക്സ്പെരിമെന്റ്സ് റിയലൈസ് ചെയ്യാൻ പറ്റും. ഈ ക്വാണ്ടം ടെലിപോർട്ടേഷനിൽ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്സ് ഏതാ? ലൈക്ക് ഇസ് ഇറ്റ് ലൈക്ക് എനർജി സ്റ്റേറ്റ്സ് ഓർ പോളറൈസേഷൻ സ്റ്റേറ്റ്സ് ഓർ വാട്ട് എക്സാക്ട്ലി യു മീൻ? ഈ പോളറൈസേഷൻ സ്റ്റേറ്റ് തന്നെ നമുക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റും. അതെ, ഒരു ഇലക്ട്രോണിന്റെ സ്പിൻ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് 0-ലാണോ 1-ലാണോ എന്ന് അറിയത്തില്ല. നമുക്കത് ഹൗ മെനി അതിന്റെ പ്രോബിലിറ്റി ഇൻ 0 സ്റ്റേറ്റും പ്രോബിലിറ്റി ഓൺ 1 സ്റ്റേറ്റും നമുക്ക് അറിയത്തില്ല. ആൽഫ ബീറ്റാസ് നമുക്ക് അറിയത്തില്ല. ബട്ട് ഈവൻ ദോ ഇഫ് വി ഡോണ്ട് നോ ആൽഫ ആൻഡ് ബീറ്റ, സ്റ്റിൽ വി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ് ഫ്രം വൺ പാർട്ടിക്കിൾ ടു അനദർ പാർട്ടിക്കിൾ. അപ്പൊ ഇവിടെ സ്പിൻ ട്രാൻസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് സ്പിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിയാ. ഓക്കെ, ഡിൻഡോ നല്ല ടോക്ക് ആയിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ഷാജി സാറാണോ? അതെ അതെ. ഹായ് ഡിൻഡോ, എന്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ ഇപ്പം ജർമ്മനിയില് ഫോട്ടോണിക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹാൻഡ് റൈസ്. എനിക്കൊരു കാര്യം കൂടെ കൂട്ടി യോജിപ്പിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞ കേസിൽ നമ്മുടെ ഒരാൾ ചോദിച്ചായിരുന്നല്ലോ, ഒരു സംശയം വന്നായിരുന്നു. അതായത് സ്റ്റേറ്റ് എങ്ങനെയാണ് മാറുന്നത്. ഇപ്പൊ സ്പിന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ഞാൻ ഇപ്പം സ്പെസിഫിക്കലി ഫോട്ടോണിക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വർക്ക് ചെയ്യുന്ന ഒരാളായ സ്ഥിതിക്ക് ഫോട്ടോൺസ് ആണ് ഇവിടെ ക്യൂബിറ്റ് എൻകോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഫോട്ടോൺസിൽ ഈ സ്റ്റേറ്റ് എങ്ങനെയാണെന്നുള്ളത് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പോളറൈസ്ഡ് ക്യൂബിറ്റ്സിലാണ്. അപ്പം ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പോളറൈസേഷനുകൾ നമ്മൾ അത് പറഞ്ഞ പോലെ സ്റ്റേറ്റ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ടെലിപ്പോർട്ടേഷൻ വഴി
ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ബീം സ്പ്ലിറ്ററുകളും അതുപോലെ തന്നെ ഹാഫ് വേവ് പ്ലേറ്റ്, ക്വാർട്ടർ വേവ് പ്ലേറ്റ്, ഇങ്ങനെ പല പല എക്സ്പെരിമെന്റൽ അപ്പാർട്ട് വഴിയാണ് എന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഇൻഫോർമേഷൻ ആയിട്ട്, ഒരു അധിക ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും. പേര് സിദ്ധാർത്ഥ്. നമ്മുടെ കമന്റ് ബോക്സിൽ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ വൈ ക്യൂബിറ്റ്സ് ക്യാൻ വർക്ക് മോർ എഫിഷ്യന്റ്ലി ദാൻ നോർമൽ ബിറ്റ്സ്? I could understand that normal bits can only store either 0 or 1, but qubits can store 0 and 1 at the same time. Yes. But how does this help in increasing the efficiency of computing? Okay. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒരു റൈറ്റിംഗ് ബോർഡ് ഒന്ന് കണക്ട് ചെയ്തട്ടെ. ഓക്കെ. അതായത് ഒന്നുമില്ല, ഇപ്പൊ നമ്മൾ യൂഷ്വലി നമ്മുടെ നോർമൽ കമ്പ്യൂട്ടേഷനിൽ നമ്മളൊരു നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്നുള്ളത് 1 ആയിട്ട് മാറുന്നു, 1 എന്നുള്ളത് 0 ആയിട്ട് മാറും. ഓക്കെ, ഇതൊരു എന്താ അറ്റ് എ ടൈം ഒരു കാര്യം നടക്കുള്ളൂ, ഒന്നെങ്കിൽ 0 എന്നുള്ളത് 1 ആവും, അല്ലെങ്കിൽ 1 എന്നുള്ളത് 0 ആവും. ഓക്കെ, പക്ഷേ ക്വാണ്ടം ബിറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ 0യും 1ഉം ഒരേ സമയത്തുണ്ട്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പം ഈ പറയുന്ന പോലെ പൗളി എക്സ് ഗേറ്റോ സെഡ് ഗേറ്റോ എന്ത് ഗേറ്റ് അപ്ലൈ ചെയ്താലും ഒരേ സമയത്ത് രണ്ട് സ്റ്റേറ്റിലും അത് വർക്ക് ആവുകയാണ്. ഓക്കെ, സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ ഞാൻ ചെയ്യുന്നുള്ളൂ, എക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ, നോട്ട് ഗേറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഒരേ സമയത്ത് രണ്ട് സ്റ്റേറ്റിലും അപ്ലൈ ആവുകയാണ്. അത് നടക്കുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത് 0 എന്നുള്ളത് ഫസ്റ്റ് ടേം 1 ആയിട്ട് ഫ്ലിപ്പ് ആവും, സെക്കൻഡ് ടേം 1 എന്നുള്ളത് 0 ആയിട്ട് ഫ്ലിപ്പ് ആവും. അതായത് എഫക്റ്റീവ്ലി രണ്ടും സെയിം സ്റ്റേറ്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ സൂപ്പർ പൊസിഷനിൽ അതായത് സെഡ് ബേസിസിലുള്ളപ്പം നമ്മൾ എക്സ് ഗേറ്റ് അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും കാണുന്നില്ല. ബട്ട് ഞാനിവിടെ മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇത് സൂപ്പർ പൊസിഷനിലായതുകൊണ്ട് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. സോ ഒരു സിംഗിൾ ഓപ്പറേഷൻ, ഒരു സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ ഇറ്റ് വർക്ക്സ് ഓൺ ഓൾ സ്റ്റേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, സപ്പോസ് ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൾട്ടിപ്പിൾ ക്യൂബിറ്റ്സ് ഉള്ള ഈ കേസിലാവുമ്പോൾ ഞാനിവിടെ ഇപ്പം ഈ ലേബിൾസ് താഴത്തെ സബ്സ്ക്രിപ്റ്റ് പറയുന്നത് ഫസ്റ്റ് ക്യൂബിറ്റ്, ഇത് സെക്കൻഡ് ക്യൂബിറ്റ് എന്നുള്ളതാണ് ഈ ലേബിൾസ് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു ഫസ്റ്റ് ക്യൂബിറ്റിൽ എക്സ് ഗേറ്റും സെക്കൻഡ് ക്യൂബിറ്റിൽ നമ്മൾ ഒരു ഐഡന്റിറ്റി ഓപ്പറേഷനും അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഞാൻ ആകെ ഈ ഒറ്റ ഗേറ്റ് ഞാനവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബട്ട് ഇത് എല്ലാ സ്റ്റേറ്റിനെയും ഇത് അഫക്ട് ചെയ്യും. ആ സൂപ്പർ പൊസിഷനിലുള്ള ഇവിടെ 4 സ്റ്റേറ്റേ ഉള്ളൂ. ഇപ്പം 50 ക്യൂബിറ്റ്സ് ഉണ്ടെങ്കിൽ 1 ക്വാർട്ടർലിയൻ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. ഞാൻ ഈ ഒരു സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ ചെയ്യുമ്പം എല്ലാ സൂപ്പർ പൊസിഷനിലുള്ള എല്ലാ ടേംസിനെയും ഇത് അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഓരോന്നും നമ്മൾ ഡിഫറെന്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ എൻകോഡ് ചെയ്തേക്കുന്ന വേറെ രീതിയിലാണെന്ന് വെച്ചു. ഓരോ 00, 01, 10 ഒക്കെ ഒരു ഡിഫറെന്റ് ഇൻഫർമേഷനെയാണ് അത് റിപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരു സിംഗിൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസിൽ ആ സിംഗിൾ ഓപ്പറേഷൻ ആക്റ്റീവ് ആണ്. ഓക്കെ, അതർവൈസ് സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ കമ്പ്യൂട്ടറിൽ ഞാൻ ഈ 00 സ്റ്റേറ്റിൽ ഞാൻ എക്സ് അപ്ലൈ ചെയ്യണം, x1 അപ്ലൈ ചെയ്യണം. അതുപോലെ 01 സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ഞാൻ എക്സ് അപ്ലൈ ചെയ്യണം, x1 അപ്ലൈ ചെയ്യണം. അതുപോലെ ഞാൻ 4 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഓക്കെ, യൂഷ്വലി ഈ ഓരോ ഇൻഫർമേഷൻ 4 പ്രാവശ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത്, ഗേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഒറ്റ സിംഗിൾ എക്സ് ഓപ്പറേഷനിൽ എനിക്ക് 4 സ്റ്റേറ്റിലും ആക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് സൂപ്പർ പൊസിഷനിലുള്ളപ്പം എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ പവർ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് റീസൺ. ഒരു സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ നടത്തിയാൽ തന്നെ ഈ സൂപ്പർ പൊസിഷനിലുള്ള എല്ലാ ടേംസിനെയും എനിക്ക് അഫക്ട് ചെയ്യാൻ പറ്റും, പ്രോസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഒറ്റ ഓപ്പറേഷനിൽ തന്നെ എല്ലാത്തിലും ഞാൻ ആക്ട് ചെയ്തു, എല്ലാ ക്യൂബിറ്റിലും ആക്ട് ചെയ്തു. എനിക്ക് ഇനി മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ്. എനിക്ക് ആവശ്യമുള്ള റിസൾട്ട് ഈ സൂപ്പർ പൊസിഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ക്വാണ്ടം അൽഗോറിതംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അൽഗോറിതംസ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് നമുക്ക് ഈ ക്വാണ്ടം അൽഗോറിതംസ് ആവശ്യമുള്ളത്. അത് ഏറ്റവും കുറച്ച് ടഫ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് ഈ സൂപ്പർ പൊസിഷനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എന്നാലും ഇറ്റ് ഈസ് എഫിഷ്യന്റ് ആണ്. ഓക്കെ, ഈ മെയിൻലി ബേസിക്കലി ഇത്രേ ഉള്ളൂ. സൂപ്പർ പൊസിഷൻ കാരണമാണ് ഈ കമ്പ്യൂട്ടേഷൻ പവർ കൂടുന്നത്. ജസ്റ്റ് എ സിംഗിൾ ഗേറ്റ് ഓപ്പറേഷൻ ക്യാൻ അഫക്ട് എൻറ്റയർ സൂപ്പർ പൊസിഷൻ. ഓക്കെ, മറ്റൊരു ചോദ്യമാണ്,
Can quantum teleportation be effectively integrated into existing communication networks to enhance data security without requiring complete infrastructure overhaul? ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ സിംഗിൾ ഫോട്ടോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ആണ് കുറച്ചും കൂടെ കറണ്ട് ടെക്നോളജി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ഫോക്കസ് ചെയ്യുന്നതിന്റെ കാരണം നമ്മുടെ കറന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വഴി ഈ സിംഗിൾ ഫോട്ടോൺസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈവൻ ദോ ഇതിന്റെ ഇന്റൻസിറ്റി കുറവായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് അബ്സോർബ്ഡ് ആയി പോകും, ഇൻഫർമേഷൻ ലോസ് ഉണ്ടാകും. അത് ഓവർകം ചെയ്യാൻ ക്വാണ്ടം റിപ്പീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ മെത്തേഡ് ഉണ്ട്. റിപ്പീറ്റ് ഓരോ ലോസ് ആവുന്നതിന് മുമ്പ് തന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്ത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ഈ പോസിബിലിറ്റി, അതായത് QKD ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കറണ്ട് ടെക്നോളജിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ QKD കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് തിയററ്റിക്കൽ പ്രോട്ടോകോൾസ് വന്നിട്ടുണ്ട്. അതായത് കീ ഒന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അതല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫർമേഷൻ സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് ക്വാണ്ടം സെക്യൂർ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ, ഡിറ്റർമിനിസ്റ്റിക് ക്വാണ്ടം സെക്യൂർ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറെ മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ലെവലാണ്. പക്ഷെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ചും കൂടെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഇപ്പൊ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ സ്പേസ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ചൈന അച്ചീവ് ചെയ്തിട്ടുണ്ടല്ലോ. ഫ്രീ സ്പേസ് സാറ്റലൈറ്റ് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്നുവെച്ചാൽ ഈ നമ്മുടെ ക്യൂബിറ്റ് ലോസ്, എറർ റേറ്റും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ഒക്കെ ടഫാണ്. ബട്ട് ഈ സിംഗിൾ ഫോട്ടോൺസ് വെച്ചിട്ട് ഇറ്റ് ഈസ് പോസിബിൾ ആണ് കറന്റ് ടെക്നോളജി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം നമുക്ക് വേണ്ടി പങ്കിട്ട ഡിൻഡോമോനെ വീണ്ടും നന്ദി പറയുകയാണ്. ലൂക്കയുടെ പേരിലും KSSPയുടെ പേരിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്തതിന് ഒത്തിരി നന്ദി. വീണ്ടും ഇതേപോലത്തെ ടോക്കുകളായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂക്കയിലേക്കും KSSPയിലേക്കും എപ്പോഴും സ്വാഗതം ഡിൻഡോമോൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു KSSP ആൻഡ് ലൂക്ക. അതുപോലെ ഓഡിയൻസ് ഇത്ര നേരം കഴിക്കാതെയൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാ ഓഡിയൻസിനും നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡിൻഡോമോൻ.